ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇന്ന് വളരെ വളരെ സന്തോഷമുണ്ട്. നമുക്കൊരുമിച്ച് ഇന്ന് ദേവാലയത്തിൽ ആയിരിക്കാനും പ്രത്യേകിച്ച് ഇന്ന് സ്ഥിരീകരണത്തിനായിട്ട് ഒരുങ്ങി വന്നിരിക്കുന്ന പ്രിയ കുഞ്ഞുങ്ങളെ സ്ഥിരീകരിപ്പാനായിട്ടും ഇടയാകുന്നതിൽ പ്രത്യേകിച്ച് വിവിധ സഭകളിൽ നിന്ന് ഈ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു വന്നിരിക്കുന്ന സ്ഥിരീകരണത്തിനായിട്ട് കടന്നു വന്നിരിക്കുന്ന 24 കുട്ടികളും പ്രായമുള്ളവരെല്ലാവരെയും ഞാൻ ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യുന്നു. അവരുടെ മാതാപിതാക്കന്മാരുടെ ജ്ഞാനമാതാപിതാക്കന്മാർ, അതുപോലെ തന്നെ സഭകളിൽ നിന്ന് വന്ന പ്രിയപ്പെട്ടവർ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. ഈ ശുശ്രൂഷയെക്കുറിച്ച് വളരെ നേരത്തെ എന്നോട് പറയുകയും ഞങ്ങളെ ക്ഷണിക്കുകയും ചെയ്തതിന് പ്രത്യേകിച്ച് സ്നേഹമുള്ള ജോസഫ് ലൂക്കോസ് അച്ഛനോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദി ഈ സമയത്ത് അറിയിക്കട്ടെ. അതോടൊപ്പം സഭയുടെ ഭരണസമിതി അംഗങ്ങൾ, പ്രിയപ്പെട്ട കൈക്കാരന്മാർ, കമ്മിറ്റി അംഗങ്ങൾ, സെക്രട്ടറി, ഡയസിസൻ കൗൺസിൽ അംഗങ്ങൾ, പ്രിയ കപ്പ്യാരച്ചൻ, എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. എന്നോടുള്ള സഭാമക്കൾ എല്ലാവരോടുമുള്ള ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും സമയത്ത് അറിയിക്കട്ടെ. എത്രയും സ്നേഹമുള്ള മാക്സിം ജോണച്ചൻ, അതുപോലെ തന്നെ പ്രിയപ്പെട്ട ഭാഗ്യരാജ് സാറ്, അതുപോലെ വില്യം സാറ്, അവരൊക്കെയും ശുശ്രൂഷ സംബന്ധിക്കുന്നു. അവരോടും അവരെയും ഓർത്ത് ദൈവത്തിന് നന്ദി കരയറ്റുന്നു. മനോഹരമായ ഗാനങ്ങൾ ആലപിക്കുന്ന ഗായക സംഘങ്ങൾ എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി അർപ്പിക്കുകയും ശുശ്രൂഷയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയും ചെയ്തു. ഇതല്പം ദീർഘമായിട്ടുള്ളൊരു ശുശ്രൂഷയാണ്, നമുക്കറിയാമല്ലോ. പ്രത്യേകിച്ച് ഇന്ന് അതിനുവേണ്ടി മാത്രം ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് വളരെ സന്തോഷമുണ്ട്. കാരണം കുട്ടികളോട് പ്രത്യേകമായി ചോദ്യങ്ങൾ ചോദിക്കാനും അവർക്ക് ഉത്തരം പറയുവാനും ഒക്കെയും ഉള്ള സമയമാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ളവർ മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ, ഇന്ന് ഇവിടെ ഈ ആരാൻ സമ്മതിക്കുന്നു. അതുകൊണ്ട് തന്നെ അതിനെല്ലാം നിങ്ങൾ ഒരുങ്ങി വന്നിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. നിങ്ങളെ എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകും. ഒരു നിമിഷം നമുക്ക് തലകളെ വണക്കി പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, അങ്ങ് ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ സെന്റ് ആൻഡ്രൂസ് ഇടവകയ്ക്കായി നന്ദിയോടെ നിന്നോട് സ്തോത്രം ചെയ്യുന്നു. കരേഞ്ചിൻ്റെ പ്രദേശങ്ങൾ ആദ്യമായി ഞങ്ങൾക്കൊരു സഭയെ തന്നു. ഇത്രത്തോളം ആ സഭയെ വളർത്തി വലുതാക്കി നിലനിർത്തി ഉപസഭകളെ തന്നു, അനേക വിശ്വാസ സമൂഹത്തെ തന്നു. അതിനായി നമ്മുടെ സ്തോത്രം. ഇക്കാലം അത്രയും അങ്ങയിൽ നിന്ന് ലഭിച്ച എല്ലാ നടത്തിപ്പുകൾക്കും നന്മകൾക്കുമായി ഞങ്ങൾ അങ്ങേ സ്തുതിക്കുകയും ബോധപ്പെടുത്തുകയും ചെയ്യുന്നു. കർത്താവേ, കാലാകാലങ്ങളിൽ അങ്ങനെയുള്ള വിശ്വാസത്തിലും അങ്ങനെയുള്ള ഭയത്തിലും ഭക്തിയിലും ജനങ്ങളെ ഉറപ്പിക്കുവാൻ തക്കവണ്ണം വളർന്നു വരുന്ന തലമുറയെ അങ്ങയോട് ചേർത്ത് നിർത്തുവാൻ തക്കവണ്ണം ഇപ്രകാരമുള്ള സ്ഥിരീകരണ ശുശ്രൂഷകൾ ക്രമീകരിക്കപ്പെടുവാൻ കഴിഞ്ഞ കാലങ്ങളിൽ ഇടയാക്കിയതിനായി സ്തോത്രം. പ്രത്യേകിച്ച് ഇന്ന് സ്ഥിരീകരണത്താണ്ട് ഒരുങ്ങി വന്നിരിക്കുന്ന 24 പേരെയും അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിച്ചാൽ പ്രാർത്ഥിക്കും. അവരുടെ മാതാപിതാക്കന്മാരെയും ജ്ഞാനമാതാപിതാക്കന്മാരെയും ഈ സഭ ഒന്നടങ്കമായി അങ്ങയുടെ കരങ്ങളിൽ തരുന്നു. കർത്താവേ, അവർ വിശ്വാസ ജീവിതത്തിൽ ഉറച്ചു നിൽപ്പാൻ തക്കവണ്ണം അവർ പഠിച്ചതായ തിരുമേന സത്യങ്ങൾ അത് അവരുടെ ജീവിതത്തിൽ പാലിപ്പാൻ തക്കവണ്ണം അതിനുള്ള പ്രത്യേകമായ പ്രതിജ്ഞ എടുത്തുകൊണ്ട് അങ്ങയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെടുന്ന ദിവസമാകുന്നല്ലോ ഇന്ന്. അങ്ങയുടെ പ്രത്യേകമായ കൃപ ഞങ്ങൾക്ക് ആവശ്യമാണ്. ഞങ്ങൾ വായിച്ചു കേട്ടതുപോലെ അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ അങ്ങയുടെ പക്ഷം ചേർന്ന് സഞ്ചരിപ്പാൻ ഞങ്ങൾക്ക് സാധ്യമല്ലല്ലോ. അതിനങ്ങ് തന്നെ മുൻകൈ എടുത്തിരിക്കുന്നതിനായി സ്തോത്രം. സഹായിക്കണം, കൃപ ചെയ്യണം, മഹത്വം അങ്ങ് മാത്രം എടുക്കണമേ. യേശുനാഥിൽ പ്രാർത്ഥിക്കുന്നത് ദയോടെ കേൾക്കണമേ. ആമേൻ. ഒരു വാക്യം കുട്ടികൾക്ക് വേണ്ടിയാണ്. ഇന്ന് കുട്ടികളെയാണ് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നത് എന്ന് ഓർമ്മിക്കട്ടെ. അതുകൊണ്ട് ഇന്ന് സ്ഥിരീകരണത്തിൽ വന്നിരിക്കുന്ന എല്ലാ കുട്ടികളും കൈവക്കിക്ക് സ്ഥിരീകരണം ഓക്കെ എവിടം വരെ ഉണ്ടെന്ന് അറിയാൻ വേണ്ടിയാണ്. ഓക്കെ, ഇവരുടെ മാതാപിതാക്കന്മാർ വന്നിട്ടുള്ളത് കൈവക്കിയ മാതാപിതാക്കന്മാർ പ്രൈസ് ഓക്കെ ഓക്കെ. ജ്ഞാനമാതാപിതാക്കന്മാർ വന്നിട്ടുള്ളത് കൈവക്കിയ ജ്ഞാനമാതാപിതാക്കന്മാർ ഓക്കെ, താങ്ക് യു. പള്ളിക്കകത്തും പട്ടിക്കയിലൊക്കെയും ഉണ്ട്. എല്ലാവരെയും ഞാൻ ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യും. ഇവരെ സ്ഥിരീകരണ പാഠങ്ങൾ പഠിപ്പിച്ചവരാരെങ്കിലും ഉണ്ടോ ഇവിടെ? ഇപ്പം വന്നിരിക്കും ഈ കുട്ടികളെ സ്ഥിരീകരണ പാഠങ്ങൾ പഠിപ്പിച്ചവരൊന്ന് കൈവക്കിക്ക്. അച്ഛനാണ് പഠിച്ചത്. ഓക്കെ, സാറും പഠിപ്പിച്ചത്. ഓക്കെ, ഏതായാലും ഇവരെ സൺഡേ സ്കൂൾ പഠിപ്പിച്ചവരാരെങ്കിലും ഉണ്ടോ? ഇവിടെ ഇരിക്കുന്നതിൽ ആരെങ്കിലും സൺഡേ സ്കൂൾ പഠിപ്പിച്ചവരാരെങ്കിലും ഉണ്ടോ? ഒരാളുണ്ട്. രണ്ട്. ഓക്കെ, ഉദാഹരണം. ഓക്കെ, ഏതായാലും എല്ലാവർക്കും പ്രത്യേകമായ നന്ദി സ്നേഹം അറിയിക്കുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകും. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 15-ാം വാക്യം ആദ്യം എടുക്കുന്നവർക്ക് ആദ്യം വായിക്കാം. സ്ഥിരീകരണത്തിനാണല്ലോ കുട്ടിയാണോ? ഓക്കെ, സാർ അത് ആദ്യം എടുത്ത് വായിച്ചു. നിങ്ങൾക്കൊക്കെ ഒരു പ്രചോദനമായി തീരട്ടെ. കുട്ടികൾ എടുത്തത് വായിച്ചേ.
ഓക്കെ, നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളു അല്ലേ. കൽപ്പന കാക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അനുസരിക്കുക അല്ലോ. കൽപ്പന അനുസരിക്കുന്നു, കാക്കുക എന്ന് പറഞ്ഞാൽ അനുസരിക്കുക. ഇന്ന് നമ്മൾ ഈ 10 കൽപ്പന എന്ത് ചെയ്തിട്ടുണ്ട്? വായിച്ചിട്ടുണ്ട് അല്ലേ. കൽപ്പന എത്ര എണ്ണം ഉണ്ടാവും? 10 എണ്ണം ഉണ്ട്. ഓക്കെ, 10 കൽപ്പന ഇന്ന് വായിച്ചു അല്ലേ. അച്ഛൻ വായിച്ചു. അപ്പോൾ നമ്മളെല്ലാവരും ഓരോ വാക്യത്തിനും എന്നാ പറഞ്ഞു? ഓരോ കൽപ്പന വായിച്ചപ്പോൾ എന്നാ പറഞ്ഞു? ഈ കൽപ്പനയെ കാപ്പാൻ ഞങ്ങളെ സഹായിക്കണം, ഈ കൽപ്പന അനുസരിപ്പാൻ ഞങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞു അല്ലേ. ഓക്കെ, അങ്ങനെ പറഞ്ഞവരൊന്ന് പറയാത്തവരാരെങ്കിലും എടുത്ത് കൈവയ്ക്കേ. അങ്ങനെ പറയാത്തവർ എളുപ്പമായിരിക്കും. കുട്ടികളല്ല, എല്ലാവരും ഈ കൽപ്പന വായിച്ചപ്പോൾ അതനുസരിപ്പാൻ സഹായിക്കണമേ എന്ന് പറയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ കൈപ്പൊക്കാം ഈ സഭയിൽ. ഈ സഭ പറഞ്ഞാൽ സെൻറ്റ് ആൻഡ്രൂസിലെ അല്ല, ഇന്ന് ആരാധിക പങ്കെടുക്കുന്നത്. എല്ലാവരും പറഞ്ഞോ? എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. ഓക്കെ, എന്നാലും എല്ലാവരും പറഞ്ഞു എന്ന് കരുതുക. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഈ കൽപ്പന കാക്കുവാൻ അനുസരിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഒരു കൽപ്പനയല്ല, 10 കൽപ്പനകൾ പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അതവർ നിങ്ങളെല്ലാവരും ചെയ്യാറുണ്ട് പറഞ്ഞല്ലേ. അങ്ങനെയാണെങ്കിൽ അതിൽ നമുക്ക് മാറാൻ പറ്റുമോ? മാറാൻ പറ്റത്തില്ല. കർത്താവ് എപ്പോഴും ഒരുക്കമാണ്, ദൈവം ഒരുക്കമുള്ളവനാണ്. എന്ത് ചെയ്യാൻ? ഈ കൽപ്പന കാക്കുന്നതിന് വേണ്ടി നിങ്ങളെ സഹായിപ്പാൻ കർത്താവ് എപ്പോഴും ഒരുക്കമുള്ളവരാണ്. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഒന്ന് മനസ്സ് വെച്ചാൽ മാത്രം മതി. അതവിടെ നമ്മൾ പറഞ്ഞത് ഈ കൽപ്പന അനുസരിപ്പാൻ ഞങ്ങളെ സഹായിക്കണം അതല്ലേ. ഓക്കെ, ഈ ആദ്യം വായിച്ച വാക്യം നമ്മൾ മറന്നു പോകരുത്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 15-ാം വാക്യം. ഓർത്തല്ലോ? ഓക്കെ, എല്ലാവരും എടുത്തോ? ആ ഭാഗം എടുത്തോ? എടുത്തൊരു കേൾപ്പിക്കേ. ആ ഭാഗം കണ്ടുപിടിച്ചൊരു കേൾപ്പിക്കേ. ഓക്കെ, അതൊരു അടയാളമൊക്കെ വെച്ച് അവിടെ വെച്ചേരാം കേട്ടോ. മറന്നു പോകരുത്. ആ വാക്യം വളരെ പ്രധാനപ്പെട്ട വാക്യമാണ്. വാക്യം എന്താണ്? നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തുകൊള്ളും. ഒരു കാര്യം കൂടെ അഡ്വാൻസ് ആയിട്ട് പറയട്ടെ. ചോദ്യം ചോദിക്കുമ്പോൾ എന്ത് ചെയ്യണം? പടപടയെന്ന് ഉത്തരം കൊണ്ട് പറഞ്ഞേക്കണം കേട്ടോ. അല്ലെങ്കിൽ സമയം എന്ത് ചെയ്യും? സമയം പോകും. സാധാരണ 10 പേരുള്ള ഒരു സ്ഥിരീകരണ ശുശ്രൂഷയാണെങ്കിൽ മിനിമം 3.5 മണിക്കൂറാണ്. 3.5 തൊട്ട് 4 മണിക്കൂർ വരെയാണ്. ഇത് 24 പിള്ളേരാകുമ്പം എങ്ങനെയാണ് എത്ര വരും? ഒരു 5-5.5 മണിക്കൂർ പോകും അല്ലേ. നിങ്ങൾ ചോദ്യം പറയുമ്പം അതിന് ഉത്തരം പറഞ്ഞില്ലെങ്കിലോ പിന്നെയും ഒരു ചോദ്യത്തിന് 1/2 മിനിറ്റ് വെച്ചാലും എത്ര മണിക്കൂർ പോകും അല്ലേ. അതുകൊണ്ട് എന്ത് ചെയ്തേക്കണം? ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ഉത്തരം ആദ്യം പറയണം. കറക്റ്റ് തെറ്റാണെങ്കിൽ എന്ത് ചെയ്യാം? കറക്റ്റ് ചെയ്ത് പറയാം കേട്ടോ. നിങ്ങൾ അറിയാവുന്ന ഉത്തരം പറഞ്ഞോണം. അല്ല, ശ്രദ്ധിച്ചിരുന്നാണ് ഞാൻ ചോദ്യം ചോദിക്കുമ്പോൾ. വാക്യം ഒന്നുകൂടെ പറഞ്ഞേ. എല്ലാവരും പറഞ്ഞില്ലല്ലോ. അത് പറഞ്ഞേ. ഒന്നുകൂടെ പറഞ്ഞേ. പുസ്തകത്തിൽ നോക്കാതെ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് നോക്കി പറഞ്ഞേ. ഓക്കെ, കൽപ്പന എത്ര? 10 കൽപ്പന അറിയാവുന്നവർ കേൾപ്പിക്കേ. 10 കൽപ്പന അറിയാവുന്നവർ. ഓക്കെ, എല്ലാവർക്കും അറിയാം അല്ലേ. ഓക്കെ, എഴുന്നേറ്റ് ചൊല്ലാൻ സമയം പിന്നെ എന്ത് ചെയ്യും? 3 മണിക്കൂർ 4 മണിക്കൂറിൽ പോകുന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല? ഓരോരുത്തരെ കൊണ്ട് ചൊല്ലിക്കുന്നില്ല. അതുകൊണ്ട് നമുക്ക് സമയം അതനുസരിച്ച് ചോദ്യം ചോദിക്കും, ഉത്തരം പറഞ്ഞാൽ മാത്രം മതിയാവും. 10 കൽപ്പനകൾ അല്ലേ. ഈ 10 കൽപ്പന എവിടെയാണ് ആദ്യം വേദോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? പുറപ്പാട് 20-ാം തീയതി അല്ലേ. രണ്ടാമത് എവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? ആവർത്തനം 5-ാം അധ്യായം. ഓക്കെ, എന്താ അതിൻ്റെ അത് പറഞ്ഞിരിക്കുന്നത്? ഇത് ആർക്കാ കൊടുത്തത്? എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു? പുറപ്പാട് പുസ്തകത്തിൽ ആദ്യ കൽപ്പന ആർക്കാ ലഭിച്ചത്? മോശയ്ക്ക് ലഭിച്ചു. മോശ അത് ആർക്ക് വേണ്ടി കൊടുക്കാനാണ് ലഭിച്ചത്? ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി കൊടുക്കാനായിട്ട് അത് ലഭിച്ചു അല്ലേ. ഈ ഇസ്രായേൽ മക്കൾക്ക് അങ്ങനെ പ്രത്യേകമായിട്ട് ഈ കൽപ്പന കൊടുക്കുമ്പോൾ അവരെവിടെയാണ്? മരുഭൂമിയിലാണ് അല്ലേ. അപ്പോൾ അവർ മരുഭൂമി താമസിക്കാൻ വന്നവരാണോ? അല്ല. പിന്നെ അങ്ങോട്ട് എന്തിനു വന്നവരാ? മരുഭൂമിയിൽ എന്തിനാ അവർ വന്നേ? മരുഭൂമിയിൽ ദൈവത്തെ ആരാധിപ്പാൻ വന്നാണോ? അടിമത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. അടിമത്തത്തിൽ അവരെവിടെയായിരുന്നു? മിസ്രൈമിലായിരുന്നു. മിസ്രൈമിൽ അടിമത്തിൽ രക്ഷപ്പെട്ട് അവരെവിടെയായിരിക്കുന്നു? മരുഭൂമിയിലായിരിക്കും അല്ലേ. എങ്ങോട്ടാ അവരുടെ പോക്ക്? എങ്ങോട്ടാ? കേട്ടില്ല, ഒന്നുകൂടെ പറഞ്ഞേ. കനാൻ നാട്ടിലേക്ക് അല്ലേ. വാഗ്ദത്ത ഭൂമി എന്നൊക്കെ പറയാം അല്ലേ. ഇപ്പം നമ്മൾ സാധാരണ പറയുന്നത് ഇസ്രായേൽ ദേശം എന്ന് പറയുന്നത് ആ പ്രദേശത്തേക്കാണ് അവർ പോകുന്നത്. ഇസ്രായേൽ മക്കളവിടെ പോയി താമസിക്കാൻ തുടങ്ങിയപ്പം ആണ് അതെന്തായി തീർന്നത്? ഇസ്രായേൽ ആയി തീർന്നത്. ആ പ്രദേശത്തിൻ്റെ പേര് അങ്ങനെയാണ്.
ആയിത്തീർന്നു. ഓക്കെ, ഇപ്പോൾ അവർ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടു, കനാനിലേക്കുള്ള യാത്രയിൽ മരുഭൂമിയിൽ ആയിരിക്കുന്നു അല്ലേ. എന്തിനാ ഇവര് ഈ മിസ്രൈമിൽ നിന്ന് പുറപ്പെട്ടപ്പോൾ ഒരു കാരണം പറഞ്ഞ് അവരെ പുറപ്പെടുവിച്ചത്? എന്തായിരുന്നു കാരണം? ദൈവത്തെ ആരാധിപ്പാനായിട്ട് എൻ്റെ ജനത്തെ വിട്ടയക്കണമെന്നും പറഞ്ഞാണ് എന്ത് ചെയ്തത്? അവർ പോയത് അല്ലേ. ദൈവത്തെ ആരാധിക്കാൻ പോയ ആളുകൾ അല്ലെങ്കിൽ ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ വന്ന് താമസമായല്ലേ, പോകുന്ന വഴിക്കുള്ളൊരു താമസമായല്ലേ. അവർ എത്ര പേരുണ്ടായിരുന്നു? അല്ലേ, ഞാൻ ഇങ്ങോട്ട് നോക്കിയാലും ബൈക്ക് പാസ് ഇങ്ങോട്ട് നോക്കുന്ന കുട്ടി കണക്കെടും. എത്ര പേരുണ്ടായിരുന്നു ഉദ്ദേശം? ഒരു കണക്ക് പറഞ്ഞേ, എത്ര ജനങ്ങൾ ഉണ്ടായിരുന്നു? ഏ 20 ലക്ഷം. ഒരു കൊച്ചു പറഞ്ഞ് 20 ലക്ഷത്തിലധികം ഉണ്ടായിരുന്നാണ് പറഞ്ഞു. ഇനി വേറെ എന്തെങ്കിലും ഉത്തരവുണ്ടോ? കേട്ടോ, ഓക്കെ, 20 ലക്ഷത്തിലധികം ഒരു കൊച്ചു പറഞ്ഞു. ബാക്കിയാർക്ക് അതിനെക്കുറിച്ചുള്ളൊരു നിശ്ചയമില്ല. ഒരു പക്ഷേ ഉത്തരങ്ങൾ പലത് കാണും, അത് പറയാനായിട്ടൊരു വിഷമമായിരിക്കും. ഓക്കെ, വേദോസം പറഞ്ഞിരിക്കുന്നത് 600,000 എന്നാണ്. എത്രയാ? 600,000. എത്ര പേരാ? 600,000 എത്രയാ? 6 ഗുണം 100 ഗുണം 1000 എത്രയാ? അങ്ങനെ തന്നെ പറഞ്ഞു. 600,000. 6 ലക്ഷം. എത്രയാ? 6 ലക്ഷം. 600,000 ആയിരിക്കുന്ന 6 ലക്ഷം ആയിരിക്കുന്ന ഒരു ജനസംഖ്യയാണ് എന്തിരിക്കുന്നത്? മോശ മിസ്രൈമിൽ നിന്ന് പുറപ്പെടുവിച്ചുകൊണ്ട്. അപ്പോൾ 600,000 എന്ന് പറയുമ്പോൾ അതിൻ്റെ കണക്കെടുക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. അത് 600,000 എന്ന് പറഞ്ഞ് പുരുഷന്മാരുടെ എണ്ണമാണ്. പുരുഷന്മാരെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം യോദ്ധാക്കളായിട്ടുള്ള ആൾക്കാരുടെ എണ്ണമാണ്. അതിന് പ്രായപരിധി പറഞ്ഞിട്ടുണ്ട്. അത്രയും പ്രായത്തിനുള്ളിലുള്ള ആൾക്കാരുടെ എണ്ണമാണ് ഏത്? ഈ 6 ലക്ഷം എന്ന് പറയുന്നത്. മനസ്സിലാക്കണം. അപ്പോൾ 6 ലക്ഷം പുരുഷന്മാരുണ്ടെങ്കിൽ അവരുടെ മാതാപിതാക്കന്മാർ കാണും, ഭാര്യമാർ കാണും, പിള്ളേർ കാണും. അവർ കൂടെ പറയുന്നുണ്ട് ഈ എണ്ണത്തിൽ പെടാതെ 600,000 ആൾക്കാർ കൂടാതെ ധാരാളം സമ്മിശ്രമായിട്ടുള്ള രാജ്യം ഇസ്രായേൽ മക്കൾ അല്ലാതെ മറ്റനേക ആൾക്കാർ എന്ത് ചെയ്തു? ഇവരുടെ കൂട്ടത്തിൽ അങ്ങ് പോയി എന്ന് പറയുന്നത്. അതുകൊണ്ട് ആ കൊച്ചു പറഞ്ഞത് അതിനേക്കാളുമാണ് സംഖ്യയിൽ കാണാൻ സാധിക്കും. ഏതാണ്ട് 30-35 ലക്ഷം ആൾക്കാർ ഉണ്ടായിരുന്നു മൊത്തം. എല്ലാം കൂടെ പറയുകയാണെ ഒരു 35 ലക്ഷത്തോളം ആൾക്കാർ എന്തുണ്ട് ഈ യാത്രയിൽ ഉണ്ടായിരുന്നു അല്ലേ. എങ്ങോട്ടാണ് അവർ പോകുന്നത്? കനാൻ നാട്ടിലേക്ക് പോകണം അല്ലേ. കനാൻ നാട്ടിൻ്റെ ഇടയ്ക്ക് ദൈവത്തെ ആരാധിപ്പാനാണ് എങ്ങോട്ട് പോകുന്നത്? കനാൻ നാട്ടിലേക്ക് പോകുന്നത്. കനാൻ നാട്ടിലേക്ക് പോകുമ്പോൾ ദൈവത്തെ ആരാധിക്കാൻ പോകുന്ന ജനങ്ങൾക്കാണ് എന്ത് ലഭിച്ചത്? കൽപ്പന ലഭിച്ചത്. അപ്പോൾ കൽപ്പനയും ദൈവ ആരാധനയുമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? വളരെയധികം ബന്ധപ്പെട്ട് ഇരിക്കുന്നു അല്ലേ. പറഞ്ഞ് മനസ്സിലായോ? 10 കൽപ്പനയും അല്ലെങ്കിൽ കൽപ്പനകളും ദൈവ ആരാധനയുമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? ബന്ധപ്പെട്ട് ഇരിക്കുന്നു. അങ്ങനെയാണ് CSI ആരാധനക്രമത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? വിശുദ്ധ സംസർഗമുള്ള ഞായറാഴ്ചകൾ എന്ത് ചെയ്യുന്നത്? ആരാധനയുടെ ആദ്യ ഭാഗത്ത് തന്നെ എന്ത് പറയുന്നത്? കൽപ്പന പറയുന്നത് അല്ലേ. പിടി കിട്ടിയോ? ഓക്കെ, കൽപ്പന നമ്മൾ എന്തിനു വന്നതാണ്? ഞായറാഴ്ച ദിവസം അല്ലെങ്കിൽ ഇതുപോലെ ആരാധനാ സമയങ്ങളിൽ എന്തിനു വരുന്നതാണ്? ആരെ ആരാധിക്കാൻ വരുന്നതാണ്? ദൈവത്തെ ആരാധിക്കാൻ വരുന്ന ആൾക്കാരാണ്. ദൈവത്തെ ആരാധിക്കാൻ വരുമ്പോൾ എന്ത് ചെയ്യണം? എങ്ങനെയാണ് ആരാധിക്കേണ്ടതിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം അല്ലേ. അത് ഓരോ ദിവസവും എന്ത് ചെയ്യണം? ഓരോ ദിവസവും ഓർത്തിരിക്കണം. അതിനുവേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? കൽപ്പന വായിക്കുന്നത്. കൽപ്പന എന്തിനുള്ളതാ? കൽപ്പന അനുസരിക്കാനുള്ളതാ അല്ലേ. കൽപ്പന അനുസരിച്ചില്ലെങ്കിൽ അത് തെറ്റാണ്, പാപമാണ്. കൽപ്പന ലംഘനം എന്താണ്? പാപമാണ്. കൽപ്പന ലംഘനം പാപമാണ്. അപ്പോൾ ഇത് വായിക്കുന്നത് എന്തിനാണ്? ദൈവത്തെ ആരാധിക്കാൻ വരുമ്പോൾ കൽപ്പന വായിക്കുന്നത് എന്തിനാണ്? ഞാനും നിങ്ങളും കൽപ്പനകൾ ലംഘിച്ച് പാപികളായി തീർന്നിട്ടുണ്ടോ എന്നുള്ള പരിശോധനയാണ് എന്ത്? ഈ കൽപ്പന വായന. മനസ്സിലായല്ലോ? കൽപ്പന വായിച്ചു കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു? അതിനനുസരിച്ചുള്ള അതിന് വിരുദ്ധമായിട്ട് നമ്മളെങ്കിലും എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ എന്ന് ആലോചിപ്പാൻ, ചിന്തിപ്പാൻ ഉണ്ടെങ്കിൽ അത് ഏറ്റുപറയാനുള്ള അവസരമാണ് പാപമോചനം എന്ന് പറയുന്നത്.
പാപമോചനം ലഭിച്ചവർ മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, തുടർന്ന് ആരാധനയ്ക്ക് എന്ത് ചെയ്യാവുള്ളൂ, നിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ തുടർന്നുള്ള ആരാധനയിൽ ദൈവപ്രസാദ പ്രകാരം ദൈവത്തെ ആരാധിപ്പാൻ യോഗ്യത നേടുന്നവർ ആരാണ്? പാപം ഏറ്റുപറഞ്ഞവർ മാത്രം. എങ്ങനെ പാപം ഏറ്റുപറയണം? വായിക്കപ്പെട്ട കൽപ്പനകൾക്ക് വിരുദ്ധമായിട്ട് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അവയെ ഏറ്റുപറഞ്ഞതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യാവുള്ളൂ, ആരാധനയ്ക്ക് തുടർന്ന് പോകാൻ പാടുള്ളൂ. അവർക്ക് മാത്രമേ വിശുദ്ധ സംസർഗത്തിൽ വന്ന് പങ്കെടുക്കാൻ അവകാശം ഉള്ളൂ എന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ, അങ്ങനെയാണ് ചോദ്യം. ഇന്ന് ആരെല്ലാം പാപം ഏറ്റുപറഞ്ഞു? കൽപ്പന വായിച്ച് ആരെല്ലാം പാപം ഏറ്റുപറഞ്ഞു? എന്നെല്ലാം പാപം ഏറ്റുപറഞ്ഞൊന്നും പറയണ്ട. അങ്ങനെ പാപം ഏറ്റുപറഞ്ഞത് കൈവക്കാം. എല്ലാവർക്കും, ഇവിടെ വന്നിരിക്കുന്ന എല്ലാ ആൾക്കാർക്കും ഇന്ന് പാപം ഏറ്റുപറഞ്ഞവർക്ക് കൈവക്കാം. ഒരാൾ കൈവക്കിട്ട് 2 പേരുണ്ട്, 3-4-5 പേരുണ്ട്. ഓക്കെ, ചോദ്യം മനസ്സിലായില്ല എന്ന് തോന്നുന്നു. പാപം ഏറ്റു പറയണം, അത് ആരാധനയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വിശുദ്ധ സംസർഗമുള്ള ആരാധനകളിൽ കൽപ്പനകൾ എന്ത് ചെയ്യുന്നു? കൽപ്പനയുടെ ചുരുക്കമോ വായിക്കപ്പെടുന്നു. ആ വായിക്കപ്പെട്ട കൽപ്പനകൾക്ക് വിരുദ്ധമായിട്ട് എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ അവയെ ഏറ്റുപറഞ്ഞ് പാപക്ഷമ പ്രാപിച്ചതിന് ശേഷം മാത്രമേ വിശുദ്ധ സംസർഗത്തിൽ അവർക്ക് വരാനുള്ള അവകാശമുള്ളൂ. അല്ലെങ്കിൽ ദൈവപ്രസാദ പ്രകാരം ദൈവത്തെ ആരാധിപ്പാൻ അവർക്ക് സാധ്യമായി തീരുള്ളൂ. ഇവിടെ നമ്മൾ വിശുദ്ധ സംസർഗ ശുശ്രൂഷയിൽ അതിൻ്റെ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, വിശുദ്ധ വസ്തുക്കൾ എന്താ? കർത്താവിൻ്റെ ശരീര രക്തങ്ങളാകുന്ന അപ്പവും വീഞ്ഞും, അതാണ് വിശുദ്ധ വസ്തുക്കൾ എന്ന് പറയുന്നത്. വിശുദ്ധ വസ്തുക്കൾ ആർക്കുള്ളത്? വിശുദ്ധർക്കുള്ളത്. ആരാധന പുസ്തകത്തിൽ അതുണ്ട്. വിശുദ്ധ വസ്തുക്കൾ വിശുദ്ധർക്ക്. അപ്പൊ ആരാ വിശുദ്ധർ? ആരാ? കൽപ്പന പ്രകാരം പാപം ഏറ്റു പറഞ്ഞവരാണ് വിശുദ്ധർ. അങ്ങനെയാണെങ്കിൽ പാപം ഏറ്റു പറയാത്തവരോ? വിശുദ്ധിക്കെതിരെ എന്താ? അശുദ്ധി. വിശുദ്ധിക്കെതിരെ അശുദ്ധി. അശുദ്ധർക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, ഇവിടെ വരാൻ പറ്റത്തില്ല. ഞാൻ പറഞ്ഞ ആശയം നിങ്ങൾക്ക് മനസ്സിലാക്കൂ വിചാരിക്കും. വളരെ ഗൗരവമായി നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ദൈവ ആരാധനയ്ക്ക് വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ ദൈവത്തെ ആരാധിക്കണമെന്ന് എന്ത് ചെയ്യുന്നു? ദൈവത്തിന് വളരെ നിർബന്ധമുണ്ട്. ദൈവത്തെ ആരാധിക്കുന്നവൻ എങ്ങനെ ആരാധിക്കണമെന്ന് ദൈവത്തിന് വളരെ വളരെ നിർബന്ധമുണ്ട്. അതുകൊണ്ട് എങ്ങനെ ആരാധിക്കണമെന്ന് എന്ത് ചെയ്തിരിക്കുന്നു? ദൈവം പറഞ്ഞിരിക്കുന്നു. ഇസ്രായേൽ മക്കൾ എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കേണ്ടതെന്ന് ആരാധനയ്ക്ക് അവർക്ക് സ്ഥിരമായിട്ട് ലഭിക്കുന്ന ആ കനാൻ ദേശത്ത് പോയി താമസം ഉറപ്പിക്കുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്തു? ദൈവം അവർക്ക് കൽപ്പനകൾ കൊടുത്തു. കൽപ്പന എന്ന് പറയുന്നത് ആരാധനയ്ക്ക് വേണ്ടിയുള്ള കൽപ്പനയാണ്. ആരാധനയ്ക്ക് വേണ്ടി കൊടുത്തിരിക്കുന്ന കൽപ്പനകൾ അവരുടെ ദൈനംദിന ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം, ആരാധന ഏതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ആരാധന നമ്മുടെ ആലയത്തിന് പുറത്തുള്ള ജീവിതവുമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു? ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ 6 ദിവസത്തെ നമ്മുടെ ജീവിതം നമ്മുടെ ആലയത്തിന് പുറത്താണെങ്കിൽ 7-ാം ദിവസം നമ്മളിവിടെ വിശുദ്ധ ആരാധനയ്ക്കായിട്ട് വിശുദ്ധനായ ദൈവത്തെ ആരാധിപ്പാൻ വരുമ്പോൾ ഈ 6 ദിവസം കൊണ്ട് നമ്മിൽ പറ്റി പിടിച്ചിരിക്കുന്ന എല്ലാവിധമായ കളങ്കങ്ങളും പാപങ്ങളും കുറവുകളെല്ലാം ഈ കൽപ്പനകൾക്കനുസരിച്ച് വന്ന വീഴ്ചകൾ എന്ത് ചെയ്യണം? അത് കൽപ്പന വായിക്കപ്പെടുമ്പോൾ എന്ത് ചെയ്യണം? അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് പാപമോചനം പ്രാപിക്കേണ്ടതാണ്. അതിനെക്കുറിച്ചുള്ള കൃപാമൊഴികൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ അച്ഛന്മാർ അല്ലെങ്കിൽ ബിഷപ്പന്മാർ ആണെങ്കിൽ അവർ വായിക്കുന്നുണ്ട്. പാപം ഏറ്റു പറഞ്ഞ് കൽപ്പന വായിച്ചതിന് ശേഷം കൃപാമൊഴികളൊക്കെ പറഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്? അവരെ ഇത് പാപം ഏറ്റു പറയാൻ അവസരം കൊടുത്തതിന് ശേഷം കൃപാമൊഴികൾ പറയുന്നുണ്ട് അല്ലേ? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ എന്ന് പറയുന്ന കൃപാമൊഴികൾ. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശു കാഴ്ച നമുക്ക് പിതാവിൻ്റെ അടുക്കൽ ഉണ്ട്. അവൻ നമ്മുടെ സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. പാപം ഇന്നത് തെറ്റിപ്പോയി ദൈവമേ എന്ന് ഒരുത്തൻ അനുദപിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? ആ പാപം ക്ഷമിക്കുന്ന ഒരു ദൈവമുണ്ട്, ഒരു കർത്താവുണ്ട് എന്ന് കൃപാമൊഴികൾ പറഞ്ഞതിന് ശേഷം ആണ് എന്ത് ചെയ്യുന്നത്? പാപമോചന അറിയിപ്പ് എന്ന് പറഞ്ഞൊരു ഭാഗം അതിനകത്ത് ഒരു പ്രാർത്ഥനയുണ്ട് അല്ലേ? അവിടെ വന്ന് കൈപ്പൊക്കി എന്ത് ചെയ്യുന്നു? യഥാർത്ഥമായി പാപം ഏറ്റു പറഞ്ഞവരുടെ പാപങ്ങൾ എന്ത് ചെയ്യുന്നു? ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള പ്രഖ്യാപനമാണ് എന്ത്? പാപമോചന അറിയിപ്പ്. അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത്? ബാക്കി ആരാധന ഭാഗങ്ങൾ തുടങ്ങുന്നത് എന്ന് മറന്നു പോകും. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ആരാധനയ്ക്ക് എപ്പം വരണം? 8 മണിക്ക് ആരാധന എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യണം? 8 മണിക്ക് തന്നെ വരണം അല്ലേ? കാരണം അത് ആദ്യത്തെ ഭാഗത്താണ്. പിന്നെ അത് റിവേഴ്സായിട്ട് പോകുന്നില്ല, പുറകോട്ട് പോകുന്നില്ല. അതതിൻ്റെ പ്രത്യേകം. അതിന് തന്നെ പടിയായിട്ട് എന്ത് ചെയ്യണം? മുമ്പോട്ട് പോവുകയും അവസാനം വിശുദ്ധ സംസർഗത്തിൽ വന്ന് മുട്ടുകുത്തി ഇത് സ്വീകരിച്ചതിന് ശേഷം നമ്മൾ
നേരെ വീട്ടിലേക്ക് നമ്മുടെ പ്രവർത്തന മേഖലയിലേക്ക് തിരികെ പോവുകയാണ് അല്ലേ. അപ്പോൾ പുറകോട്ട് പോകുന്നില്ല. അപ്പോൾ ആരാധന, വിശുദ്ധ സംസർഗ ആരാധനയിൽ വളരെ നേരത്തെ തന്നെ വന്ന് നമ്മൾ ദൈവസന്നിധിയിൽ ദിവാതിരിക്കണമെന്ന് പറയുന്നതിൻ്റെ സാരം അവിടെയാണ്. മാത്രമല്ല അത് നേരത്തെ അനൗൺസ് ചെയ്യണമെന്ന്, വിശുദ്ധ സംസർഗം ഉണ്ടെന്നുള്ള എന്ത് ചെയ്യണം, നേരത്തെ അനൗൺസ് ചെയ്യണമെന്ന്. അനൗൺസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പരസ്യപ്പെടുത്തുമ്പോൾ ആൾക്കാർ ഒരുങ്ങി വരും അല്ലേ. അതാണ് പ്രാർത്ഥിച്ച് ഒരുങ്ങി വരുന്നതിനെ കുറിച്ചാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൽപ്പനകളും ആരാധനയും നമ്മുടെ ജീവിതവുമായിട്ട് എന്ത് ചെയ്തിരിക്കുന്നു, അഭേദ്യമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. അത് നമുക്ക് വേർപെടുത്താനായിട്ട് പറ്റത്തില്ല. നിങ്ങളെങ്ങനെയാണ് ഇവിടെ വന്നേ? ജീപ്പിനാണോ, കാറിനാണോ, നടന്നാണോ, ബസ്സിനാണോ എന്നല്ല ചോദ്യം. എങ്ങനെയാണ് നിങ്ങളിവിടെ വന്നത്? എന്താണ് അതിന് കാരണം? എങ്ങനെയാണ് നിങ്ങൾ വന്നത്? അച്ഛൻ പറഞ്ഞു നിങ്ങളിവിടെ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ. ബാക്കി കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മൈച്ചൻ ജോണച്ചൻ പറഞ്ഞു നിങ്ങളിവിടെ വന്നിരിക്കുന്നു. എങ്ങനെയാ വന്നേ? അറിയാമോ എങ്ങനെയാ വന്നേ? ആ ഓക്കെ. ദൈവത്തിൻ്റെ സ്നാനം കഴിഞ്ഞു, ദൈവത്തിൻ്റെ വചനങ്ങളെല്ലാം പഠിച്ചതിന് ശേഷം സ്ഥിരീകരിപ്പാനായിട്ട് ഇവിടെ വന്നു എന്നാണ് കൊച്ചു പറഞ്ഞത്. ഓക്കെ, ശരിയാണ്. നമ്മൾ കുറെ കൃത്യമായിട്ട് അച്ഛൻ അത് പറഞ്ഞായിരുന്നു. ഒരു പക്ഷേ നിങ്ങൾ ശ്രദ്ധിച്ച് കാണത്തില്ല. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ബപ്തിസ്മയെങ്കിൽ, ബപ്തിസ്മ എന്ന് പറഞ്ഞാൽ എന്താ? സ്നാനം. വിശുദ്ധ സ്നാനത്തിലൂടെ നിങ്ങൾ ആരായി തീർന്നു? ദൈവത്തിൻ്റെ പൈതലായി തീർന്നു. സഭയുടെ അംഗമായത്, കർത്താവിൻ്റെ ശരീരമാണ് സഭയിലെ അംഗമായി തീർന്നു, അല്ലെങ്കിൽ അവയവമായി തീർന്നു. സ്വർഗരാജ്യത്തിന് അവകാശികളായി തീർന്നു അല്ലേ. എപ്പോൾ? നിങ്ങൾ സ്നാനം സ്വീകരിച്ചപ്പോൾ. നിങ്ങൾ കുഞ്ഞുനാളിൽ എന്താ, നിങ്ങൾ സ്നാനപ്പെട്ടപ്പോൾ നിങ്ങൾ ആരായി തീർന്നു? നിങ്ങൾ ദൈവ പൈതലായി തീർന്നു. അതുവരെ നിങ്ങൾ സാധാരണ ഒരു പൈതലായിരുന്നു അല്ലേ, സാധാരണ ഒരു മനുഷ്യ കുഞ്ഞായിരുന്നു. നിങ്ങൾ സ്നാനം കഴിഞ്ഞപ്പോൾ നിങ്ങൾ ആരായി തീർന്നു? ദൈവ പൈതലായിട്ട് തീർന്നു അല്ലേ. ദൈവ പൈതലായിട്ട് തീർന്നു. അപ്പോൾ ദൈവ പൈതലായിട്ട് തീർന്ന അന്ന് നിങ്ങൾ വളരെ കുഞ്ഞായിരുന്നു. അതുകൊണ്ട് വളരെ ചെറുപ്പത്തിലെ നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളെ ദൈവപക്ഷം ചേർത്ത് നിങ്ങളുടെ മാതാപിതാക്കന്മാർ നിർത്തി അല്ലേ. നമ്മുടെ സഭയുടെ ഉപദേശം അനുസരിച്ച് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനത്തിൽ, തിരുവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ വളരെ ചെറുപ്പത്തിലെ ദൈവപൈതലായിട്ട് തീർന്നു അല്ലേ. ദൈവപൈതലായിട്ട് തീർന്നതിന് ശേഷം നിങ്ങൾ ദൈവപൈതൽ എന്നുള്ള നിലയിൽ എന്ത് ചെയ്യുന്നു? വളർന്ന് വരണം. അവിടെ നിന്ന് സ്നാനപ്പെടുത്തി നിങ്ങൾ ദൈവപൈതലായി തീർന്നു. അതിനുശേഷം നിങ്ങൾ ഇവിടെ കൊണ്ടുവന്നു. ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം നിങ്ങളെ കരങ്ങളിലെടുത്ത്, കുഞ്ഞിപ്പിള്ളേരുടെ കാര്യമായിട്ട് പറയുന്നത്, കരങ്ങളിലെടുത്തു ദൈവസന്നിധിയിൽ കർത്തൃമേശ സമർപ്പിച്ച് നിങ്ങളെ പ്രാർത്ഥിച്ചു. ദൈവമേ, ഈ പൈതൽ എന്നേക്കും അങ്ങേക്കുള്ളവനായിരിക്കണം അല്ലേ. ഈ ആരംഭപ്രകാരം ഇവൾ അങ്ങേക്കുള്ളവനായിരിക്കണം എന്നും പറഞ്ഞ് എന്ത് ചെയ്തു? സമർപ്പിച്ചു, ദൈവത്തിന് സമർപ്പിച്ചു. നിങ്ങൾ അന്നേരം ആരായി തീർന്നു? നിങ്ങൾ ദൈവ പൈതലായിട്ട് തീർന്നു അല്ലേ. ദൈവ പൈതലായിട്ട് തീർന്നു എന്ന് മാത്രമല്ല, ദൈവത്തിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്തു? സമർപ്പിച്ചു. ഇവിടെ കൊണ്ടുവന്ന് എന്ത് ചെയ്തു? സമർപ്പിച്ചു അല്ലേ. ഓക്കെ, എൻ്റെ ചോദ്യം, അങ്ങനെ സമർപ്പിച്ച ഏതെങ്കിലും സംഗതികൾ നമുക്ക് വീട്ടിലേക്ക് എടുത്തുകൊണ്ടുപോകാൻ പറ്റുമോ? നമ്മൾ സ്വത്രാഴ്ച ഇവിടേക്ക് വന്ന് ഇട്ടു അല്ലേ. അത് പിന്നെ നമ്മൾ ആരാധന കഴിയുമ്പോൾ നമ്മൾ സ്വത്രാഴ്ച അവരവരിട്ട് പെറുക്കി കൊണ്ടുപോകുമോ? ഇല്ല, അത് ദൈവം സമർപ്പിച്ചത് അല്ലേ. ഓക്കെ, ഒരു കുപ്പി പാല് നമ്മളിവിടെ കൊണ്ടുവന്ന് സമർപ്പിച്ചെന്ന് വിചാരിച്ചു, നമുക്ക് ആരാധന കഴിയുമ്പോൾ കൊണ്ടുപോകാൻ പറ്റുമോ? കൊണ്ടുപോകാം. പക്ഷേ അതിന് ചില നടപടിക്രമങ്ങളൊക്കെ ഉണ്ട് അല്ലേ. ഒരു ആട്ടിക്കുഞ്ഞിനെ നമ്മളിവിടെ സമർപ്പിച്ചെന്ന് വിചാരിച്ചു, നമുക്ക് പള്ളി കഴിയുമ്പോൾ നമുക്ക് കഴിച്ചുകൊണ്ട് പോകാൻ പറ്റുമോ? പറ്റത്തില്ല. അത് പള്ളിയിൽ എന്ത് ചെയ്യും? നമ്മൾ സമർപ്പിച്ചാണ് അല്ലേ, ദൈവത്തിന് കൊടുത്തതാണ് അല്ലേ. പിന്നെ അത് ചെയ്യേണ്ടതിന് ചില ക്രമീകരണമുണ്ട്. നിങ്ങളെ അതുപോലെ എന്ത് ചെയ്താണ്? നിങ്ങളെ എന്ത് ചെയ്തിട്ടുണ്ട്? ഇവിടെ കൂടെ സമർപ്പിച്ചതാ. സമർപ്പിച്ചിട്ട് നിങ്ങൾ കുഞ്ഞായിരുന്നോണ്ട് എന്ത് ചെയ്തു? അന്ന് അച്ഛൻ പറഞ്ഞു, ഈ കുഞ്ഞിനെ എന്ത് ചെയ്യുകയാണ്? നിങ്ങളുടെ കൈ തന്നുവിടുകയാണ് അല്ലേ. ഈ കുഞ്ഞിനെ നിങ്ങളുടെ കൈ തന്നുവിടുകയാണ്. സാധാരണ ഭാഷ പറഞ്ഞാൽ, ഈ കൊച്ചിനെ നിങ്ങൾ പൊന്നുപോലെ നോക്കണം. ഈ കൊച്ചിനെ പൊന്നുപോലെ നോക്കണം അല്ലേ. ഈ കൊച്ച് നല്ല കുഞ്ഞായി. എങ്ങനെ ഈ കൊച്ചായിരിക്കുന്നു? ഇപ്പോൾ ദൈവപൈതലായി തീരുന്ന കൊച്ച് പൈതൽ, അതുപോലെ തന്നെ ഒരു ദൈവപൈതൽ എന്നുള്ള നിലയിൽ ഈ കുഞ്ഞിനെ എന്ത് ചെയ്യണം? നിങ്ങൾ വളർത്തണം. ഈ കൊച്ചിനെ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള കർത്താവിൻ്റെ പ്രാർത്ഥന എന്ത് ചെയ്യണം? പഠിപ്പിക്കണം. കർത്താവിൻ്റെ പ്രാർത്ഥന നിങ്ങൾക്കറിയാമോ? അറിയത്തില്ലാത്തവരെ കൈവയ്ക്കേ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നുള്ള പ്രാർത്ഥന അറിയത്തില്ലാത്തവരെ കൈവയ്ക്കേ. എല്ലാവർക്കും അറിയാമോ? അറിയാവുന്നവരെ കൈവയ്ക്കേ. ഓക്കെ, അതെ. കർത്താവിൻ്റെ പ്രാർത്ഥന ഈ കൊച്ചിനെ പഠിപ്പിക്കണം. 10 കൽപ്പന ഈ കൊച്ചിനെ പഠിപ്പിക്കണം. ഈ കൊച്ചിനെ എന്നെ പഠിപ്പിക്കണം? 10 കൽപ്പന പഠിപ്പിക്കണം. 10 കൽപ്പന അറിയാവുന്നവരെ കൈവയ്ക്കേ.
10 കൽപ്പന അറിയാവുന്നവർ കൈപൊക്കാന്ന് പറഞ്ഞാൽ ചെവിയുടെ ഒപ്പമെങ്കിലും എന്തെങ്കിലും കൈപൊക്കിയാലേ കൈപൊക്കിയതായിട്ട് കൂട്ടത്തുള്ളൂ കേട്ടോ. ഓക്കെ, കൈ തന്നിട്ട് 10 കൽപ്പന ഈ കൊച്ചിനെ പഠിപ്പിക്കണം. വിശ്വാസ പ്രമാണം എന്ത് ചെയ്യണം? ഈ കൊച്ചിനെ പഠിപ്പിക്കണം. കൊച്ചിനെ വിശ്വാസ പ്രമാണം പഠിപ്പിക്കണം. വിശ്വാസ പ്രമാണം എത്രയുണ്ട്? 3. ഏതെല്ലാം? ഓക്കെ. എത്ര വിശ്വാസ പ്രമാണത സാധാരണ ഉപയോഗിക്കുന്നത്? 2. ഏതെല്ലാം? ഓക്കെ. 2 വിശ്വാസ പ്രമാണങ്ങളും അറിയാവുന്നവരെ കൈവയ്ക്കേ. 2 വിശ്വാസ പ്രമാണങ്ങളും മുഴുവൻ അറിയാം. ഓക്കെ, കുറച്ച് പറക്ക് അറിയത്തില്ല. ഒരെണ്ണമെങ്കിലും അറിയാവുന്നവരെ കൈവയ്ക്കുക. ഒരെണ്ണം. ഓക്കെ. 2 വിശ്വാസ പ്രമാണം പഠിക്കണമെന്നാ അല്ലേ? 2 വിശ്വാസ പ്രമാണം ഏതാണ്ട് ശരിയാണെങ്കിലും കുറെ കൂടെ വിശാലമായിട്ടുള്ള ഒരു ചുരുക്കമായിട്ടുള്ളതാണ്. ചെറിയ വിശ്വാസ പ്രമാണം ഏതാണ്? അപ്പോസ്തലിക വിശ്വാസ പ്രമാണമാണ്. അത് നമ്മൾ സാധാരണ ആരാധനയിൽ ഏത് ആരാധനയിലാണ് ചൊല്ലുന്നത്? മാറ്റൻ സർവീസ് എന്ന് പറയും അല്ലേ? സാധാരണ ആരാധന ഉപയോഗിക്കുന്ന വിശ്വാസ പ്രമാണം ഏത്? അപ്പോസ്തലിക വിശ്വാസ പ്രമാണം. ഓക്കെ. വിശുദ്ധ സംസർഗുള്ള ഞായറാഴ്ചകളിൽ ഏത് വിശ്വാസ പ്രമാണം ഉപയോഗിക്കുന്നു? നിക്ക വിശ്വാസ പ്രമാണം ഉപയോഗിക്കുന്നു. ഇന്ന് നമ്മൾ വിശ്വാസ പ്രമാണം ചൊല്ലിയോ? ഇതുവരെ ചൊല്ലിയോ? ഇല്ല അല്ലേ? ചൊല്ലാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ചൊല്ലുന്ന വിശ്വാസ പ്രമാണം ഏതാണ്? നിക്ക വിശ്വാസ പ്രമാണം. അപ്പോസ്തലിക വിശ്വാസ പ്രമാണം എന്ന് നിക്ക വിശ്വാസ പ്രമാണം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? നിങ്ങൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? പറഞ്ഞു അപ്പോസ്തലന്മാരെ. ഓക്കെ. ഒരു കൊച്ചിവിടെ പറയുന്നത് അപ്പോസ്തലന്മാരാൽ എഴുതപ്പെട്ട വിശ്വാസ പ്രമാണമാണ് അപ്പോസ്തലിക വിശ്വാസ പ്രമാണം എന്നാണ് ഒരു കൊച്ചു പറയുന്നത്. അപ്പൊ നിക്ക വിശ്വാസ പ്രമാണം എന്നായിരിക്കും? ഓക്കെ. ഇവിടേക്ക് വർഷം പറഞ്ഞ ഏതാ? AD 325. AD 325 നിക്കയിൽ വെച്ച് എല്ലാവരും ചേർന്ന് എഴുതിയ വിശ്വാസ പ്രമാണം എന്നാണ് കൊച്ചു പറഞ്ഞത്. നിക്കയിൽ അന്നത്തെ സഭാപിതാക്കന്മാരെല്ലാവരും ചേർന്ന് എഴുതിയ ക്രോഡീകരിച്ച വിശ്വാസ പ്രമാണമാണ് ഇത് നിക്ക വിശ്വാസ പ്രമാണം എന്ന് പറയുന്നത്. ശരിയാണ്, കൊച്ചു പഠിച്ചത്. അപ്പോസ്തലന്മാർ എഴുതിയ വിശ്വാസ പ്രമാണമല്ല. അപ്പോസ്തലന്മാരുടെ കാലഘട്ടങ്ങളിൽ വിശ്വാസ സംബന്ധമായി അവർ ഉപയോഗിച്ചിരുന്ന പദങ്ങൾ കൂട്ടിച്ചേർത്ത് രൂപീകരിച്ച വിശ്വാസ പ്രമാണമാണ് എന്ത്? അപ്പോസ്തലിക വിശ്വാസ പ്രമാണം എന്നറിയപ്പെടുന്നത്. AD 300 കാലഘട്ടങ്ങളിൽ 330, 325 ഇടയ്ക്കുള്ള കാലഘട്ടങ്ങളിൽ നിക്ക എന്ന് പറയുന്ന സ്ഥലത്തുള്ള സുന്നകദോസിൽ അന്നത്തെ സഭാപിതാക്കന്മാരോട് ചേർന്ന് ക്രോഡീകരിച്ച വിശ്വാസ പ്രമാണമാണ് നിക്ക വിശ്വാസ പ്രമാണം. ഇന്ന് ഈ വർഷത്തിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട് നിക്ക വിശ്വാസ പ്രമാണം ബന്ധപ്പെട്ട്. എന്നാന്നറിയാമോ? 1700-ാം ആണ്ട് വാർഷികമാണ് ഏത്? നിക്ക വിശ്വാസ പ്രമാണത്തിൻ്റെ 1700-ാം ആണ്ട് വാർഷികമാണ് ഈ വർഷം എന്ന് പറയാം. ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ വിശ്വാസ പ്രമാണം എന്ത് ചെയ്യണം? നമ്മൾ പറഞ്ഞു വന്ന വഴി വിട്ടു പോകരുത്. ഈ കൊച്ചിനെ പഠിപ്പിക്കണം. പിന്നെ ഒരു ക്രിസ്ത്യാനി തൻ്റെ അവൻ്റെ ആത്മരക്ഷയ്ക്ക് വേണ്ടി സകല സംഗതികളും എന്ത് ചെയ്യണം? ഈ കൊച്ചിനെ പഠിപ്പിക്കണം. എന്ന് പറഞ്ഞാൽ എല്ലാ സംഗതികളും ഈ കൊച്ചിനെ എന്ത് ചെയ്യണം? പഠിപ്പിക്കണം. പഠിപ്പിച്ചതിന് ശേഷം സ്ഥിരീകരിപ്പാനായിട്ട് എപ്പിസ്കോപ്പയുടെ അടുക്കൽ കൊണ്ടുചെല്ലാനും നിങ്ങൾ കരുതിക്കൊള്ളണം. എപ്പിസ്കോപ്പ ആരാ? ബിഷപ്പിൻ്റെ അടുത്ത് കൊണ്ടുചെല്ലാൻ നിങ്ങൾ കരുതിക്കൊള്ളണം. സാധാരണ നമ്മുടെ സ്ഥിരീകരണത്തിൻ്റെ പ്രായം എന്ന് പറയുന്നത് 14 വയസ്സാണ് നമ്മൾ വെച്ചിരിക്കുന്നത് അല്ലേ? അപ്പോൾ ഇന്നേക്ക് 14 വർഷത്തിന് മുമ്പ് നിങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് സ്നാനപ്പെടുത്തി ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞ് എല്ലാം ചെയ്തോളാം എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? അവിടെ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം പഠിപ്പിക്കാനും ചെയ്യുവാൻ നിങ്ങൾ ബദ്ധശ്രദ്ധരായിരിക്കുമോ എന്ന് ചോദിക്കും. അത് തീർച്ചയായിട്ടും ആരെല്ലാം അവിടെ പറഞ്ഞ് സമ്മതിച്ചു പോയേ? നിങ്ങളുടെ പപ്പായും മമ്മിയും പിന്നെ ഡാഡിയും മമ്മിയും ജ്ഞാനമാതാക്കന്മാരെ സമ്മതിച്ചു പോയി അല്ലേ? ഇന്ന് അവരെന്ത് ചെയ്തിരിക്കുകയാണ്? നിങ്ങളെ കൊണ്ടുവന്നിരിക്കുക. സാധാരണ എങ്ങനെയാണ് കുഞ്ഞുങ്ങൾ സ്ത്രീകരണത്തിലൂടെ വന്നു എന്നുള്ളതിൻ്റെ ഒരു ലഘുവായിട്ടുള്ള വിവരണമാണ് ഞാൻ പറഞ്ഞത് അല്ലേ? അതിന് കുറെ കൂടെ അതിൻ്റെ ആഴമായ അർത്ഥങ്ങൾ അതിനുണ്ട്. അന്ന് നിങ്ങൾ വഴിതെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി, നിങ്ങൾ മോശമായൊരു കാര്യം, ചീത്തയായിട്ടുള്ളൊരു കാര്യം പഠിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങളുടെ ഏറ്റവും അടുത്ത് ഇടപെടുന്ന ആൾക്കാരാകുന്ന മാതാപിതാക്കന്മാരും ജ്ഞാനമാതാപിതാക്കന്മാരും അവർ പ്രത്യേകമായി നിങ്ങൾക്ക് വേണ്ടി ഉത്തരവാദിത്തപ്പെടുകയും അവരുടെ വാക്കുകൾ കൊണ്ട് മാത്രമല്ല അവരെ നോക്കി കാണുന്ന നിങ്ങൾ
അവരിലൂടെ ഒരു തെറ്റും ചെയ്യരുത് എന്ന്, ഒരു ദോഷത്തിലും അകപ്പെട്ടു പോകരുത് എന്ന് നിശ്ചയം ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ അവരന്നൊരു തീരുമാനമെടുത്തു. ഈ കുഞ്ഞുങ്ങൾക്കാകെ ഞങ്ങൾ യാതൊരുവിധമായ മോശപ്രവൃത്തികളും ഞങ്ങൾ ചെയ്യത്തില്ല. ഞങ്ങളുടെ നോട്ടം കൊണ്ടോ ഞങ്ങളുടെ സംസാരം കൊണ്ടോ ഞങ്ങളുടെ പ്രവൃത്തി കൊണ്ടോ ഈ കൊച്ച് വഴിതെറ്റിപ്പോകാനുള്ള യാതൊരു സംഗതികളും ഞങ്ങൾ എന്ത് ചെയ്തില്ല, ചെയ്യത്തില്ല. എല്ലാം പഠിപ്പിച്ചതിന് ശേഷം ഞങ്ങൾ അവരെ കൊണ്ടുവരാം എന്ന് പറഞ്ഞ് വളരെ സന്തോഷത്തോടെ അന്ന് പോയതാണ്. എത്ര വർഷമായി? വയസ്സ് ചിലപ്പോൾ അങ്ങോട്ട് വേരിയേഷൻ അനുസരിച്ച് കാണുമായിരിക്കും, എങ്കിലും പറയുകയാണ് സുമാർ 14 വർഷത്തിന് മുമ്പ് നിങ്ങൾ പോയി അല്ലേ. ഇപ്പോൾ നിങ്ങളെ അവർ എല്ലാവരും കൂടെ, അതാണ് ആദ്യം ഞാൻ ചോദിച്ചു, പേരൻസിൻ്റെ കാര്യം പറഞ്ഞു, ജ്ഞാനമാതാക്കന്മാരുടെ കാര്യം പറഞ്ഞു, അവരെല്ലാം കൂടെ നിങ്ങൾ എന്ത് ചെയ്തിരിക്കുകയാണ്, കൊണ്ടുവന്നിരിക്കുകയാണ്. അന്ന് അവരെടുത്ത പ്രതിജ്ഞ അച്ഛൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, ആ പ്രതിജ്ഞകൾ ഇന്ന് നിങ്ങൾ സ്വയമായിട്ട് ഏറ്റെടുക്കുകയാണ് അല്ലേ. അന്ന് അവർ നിങ്ങൾക്ക് വേണ്ടി എടുത്ത പ്രതിജ്ഞകൾ നിങ്ങളിന്ന് സ്വയമായിട്ട് ഏറ്റെടുക്കുകയാണ്. അപ്പോൾ സ്വയമായിട്ട് എടുക്കുമ്പോൾ എന്നല്ല ഏറ്റെടുത്തിരിക്കുന്നത്, ഏറ്റെടുക്കാൻ പോണാവോ? ചിലതിനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഉപേക്ഷിക്കുന്നു. ചിലതിനെ നിങ്ങൾ എന്ത് ചെയ്യുന്നു, വിശ്വസിക്കുന്നു. ചിലതിനെ നിങ്ങൾ സ്വീകരിക്കുന്നു. ചിലതിന് വേണ്ടി പ്രതിജ്ഞ ചെയ്യുന്നു. ചിലതിന് വാഗ്ദത്തം ചെയ്യുന്നു അല്ലേ. കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ അതിനുള്ള ഉത്തരം പറയുന്നുണ്ട് അല്ലേ. ഒരു ചോദ്യം അതിൻ്റെ അകത്ത് ഇതാണ്, നിങ്ങൾ എല്ലാ ദിവസവും വേദോത്സവം വായിക്കുക എന്നൊരു ചോദ്യം അതിനകത്ത് ചോദിക്കുന്നു. അപ്പം നിങ്ങൾ പറയും എല്ലാ ദിവസവും വായിക്കും. ഞാൻ ചോദിക്കട്ടെ, ഇന്ന് പള്ളി വരുന്നതിന് മുമ്പ് വേദോത്സവം വായിച്ചവർ എത്ര പേരുണ്ട്? ഇന്ന് പള്ളിയിൽ വരുന്നതിന് മുമ്പ് വേദോത്സവം വായിച്ചത് എത്ര പേരുണ്ട്? കൈപ്പൊക്കിക്കേ, ഒത്തിരി പൊക്കിക്കേ. ഓക്കെ, 5, 2, 7, 8, 9 പേര് കേട്ടോ. മാതാപിതാക്കന്മാർ, ജ്ഞാനമാതാക്കന്മാരെ ശ്രദ്ധിക്കുക. ഇന്ന് സ്ഥിരീകരിക്കാട്ട് വന്ന കുഞ്ഞുങ്ങൾ പള്ളിയിൽ വരുന്നതിന് മുമ്പ് 24 പേരിൽ 9 പേരെന്ത് ചെയ്തിട്ടുണ്ട്, വേദോത്സവം വായിച്ചു. മാർക്കിംഗ് ആണ് ഞങ്ങൾക്ക്. ഓക്കെ, ഇന്നലെ വൈകുന്നേരം വീട്ടിലെ പ്രാർത്ഥനയ്ക്ക് കൂടിയവരെന്ന് കൈവയ്ക്കുക. കുടുംബ പ്രാർത്ഥനയിൽ കൂടിയവർ ഇന്നലെ വൈകുന്നേരം കുടുംബ പ്രാർത്ഥനയിൽ കൂടിയവർ. ഓക്കെ, അതെ. മാതാപിതാക്കന്മാരും ജ്ഞാനമാതാക്കന്മാരും അറിയാൻ പറയാണ്, ഇന്നലെ വൈകുന്നേരം പകുതിയിലധികം കുഞ്ഞുങ്ങൾ എന്ത് ചെയ്തില്ല, നിങ്ങളുടെ മക്കൾ എന്ത് ചെയ്തില്ല, എന്ത് ചെയ്തില്ല, വൈകുന്നേരത്തെ പ്രാർത്ഥനയിൽ കൂടിയില്ല. ഓക്കെ, എല്ലാ ദിവസവും വേദോത്സവം വായിക്കുന്ന ഇതുവരെയുള്ള സമയങ്ങളിൽ എല്ലാ ദിവസവും നിങ്ങൾ വേദോത്സവം വായിക്കാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ എന്നാണ് ചോദ്യം. എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരം എപ്പോഴെങ്കിലും ദിവസത്തിൽ ഒരു തവണയെങ്കിലും വേദോത്സവം വായിക്കാനുള്ള നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, വായിച്ചിട്ടുണ്ടോ? എല്ലാ ദിവസവും വായിച്ചിട്ടുണ്ട്. ആഴ്ചയിലൊരു 2 ദിവസമൊക്കെ വായിക്കുക, അല്ല 2 തവണയൊക്കെ വായിക്കുന്നതൊക്കെ ഉപയോഗിക്കുക. ആഴ്ചയിൽ 2 തവണ വായിക്കും, അങ്ങനെയുള്ളവരൊക്കെ ഉപയോഗിക്കുക. വേദോത്സവം ആഴ്ചയിൽ 2 തവണയൊക്കെ വായിക്കും എന്നുള്ളത്, 2 തവണ അതിൽ കൂടുതലോ, അങ്ങനെയുള്ളവരൊക്കെ ഉപയോഗിക്കുക. ആഴ്ചയിൽ 2 തവണയൊക്കെ വായിക്കുന്നവരാണ്. ഓക്കെ, വേദം മാസത്തിൽ ഒരു 2-3 തവണയൊക്കെ വായിക്കും. മാസത്തിൽ 2 തവണയെങ്കിലും വേദോത്സവം വായിക്കും. അങ്ങനെയുള്ളവരെ ഉപയോഗിക്കുക. കൈ പൊക്കാതിരിക്കുന്നവരെന്നെ എനിക്കറിയാം. അപ്പോൾ അവർ കൈ പൊക്കണം എപ്പോഴെങ്കിലും, അല്ലെങ്കിൽ എന്ത് ചെയ്യില്ല, നിങ്ങൾ ഒരിക്കലും വേദോത്സവം കൈകൊണ്ട് പോലും തൊടത്തില്ല എന്ന് ഞാനങ്ങ് വിചാരിച്ചു. ഓക്കെ, ഞാനത് ചോദിച്ചത്, ഇന്ന് വരെ നിങ്ങൾ ചെയ്തതൊക്കെ ശരിയായിരിക്കാം, പക്ഷേ നിങ്ങൾ ഇവിടെ ഒരു കാര്യം ചെയ്യുന്നുണ്ട്. എന്താണ്? ഇന്നു മുതൽ നിങ്ങൾ എന്ത് ചെയ്യും? എല്ലാ ദിവസവും വിശുദ്ധ വേദപുസ്തകം വായിക്കും എന്ന് വാഗ്ദത്തം ചെയ്താണ് പോകുന്നത്. ദൈവത്തിൻ്റെ മുമ്പാകെ പറഞ്ഞാണ് പോകുന്നത്. അത് പറഞ്ഞിട്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, വായിക്കാതിരിക്കാൻ പറ്റത്തില്ല. മനസ്സിലായല്ലോ? വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. ഇവിടെ പ്രതിജ്ഞ എടുക്കുകയാണ്, ദൈവസന്നിധിയിൽ വാഗ്ദത്തം ചെയ്തിട്ട് പോവുകയാണ് അല്ലേ. ഞാൻ എല്ലാ ദിവസവും എന്ത് ചെയ്യും? ദൈവത്തിൻ്റെ വചനം വായിക്കും. ഞാൻ എല്ലാ ദിവസവും എന്ത് ചെയ്യും? ദൈവത്തോട് പ്രാർത്ഥിക്കും. എല്ലാ വിശുദ്ധ ദിവസങ്ങളിൽ ഞാൻ എന്ത് ചെയ്യും? ദേവാലയത്തിൽ പോയി ദൈവത്തെ ആരാധിക്കും. നിങ്ങൾ ഇത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വിശുദ്ധ സംസർഗത്തിൽ പങ്കുകൊള്ളാൻ അവകാശം കിട്ടുകയാണ് അല്ലേ. ഞാൻ എല്ലാ വിശുദ്ധ സംസർഗ ഞായറാഴ്ചകളിൽ പോവുകയും വിശുദ്ധ സംസർഗം കൈക്കൊള്ളുകയും ചെയ്യും എന്നെല്ലാം നിങ്ങൾ ദൈവസന്നിധിയിൽ വാഗ്ദത്തം ചെയ്ത് പോവുകയാണ്. മനസ്സിലായല്ലോ? ഓക്കെ, ജ്ഞാനമാതാവക്കൻ പറഞ്ഞു, ഈ പിള്ളേരെ, ഈ കുഞ്ഞുങ്ങൾ വഴിതെറ്റിപ്പോകാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ യാതൊരു വിധമായ പാപപ്രവൃത്തികൾ എന്ത് ചെയ്യത്തില്ല എന്ന് പറഞ്ഞു അല്ലേ. അത് നിങ്ങൾ സ്വയമായിട്ട് ഏറ്റെടുക്കുകയാണ്. ഇന്നു മുതൽ ഞങ്ങൾ എന്ത് ചെയ്യത്തില്ല, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത യാതൊരു സംഗതികളും ചെയ്യത്തില്ല. വിഗ്രഹ ആരാധന തുടങ്ങിയുള്ള എല്ലാ സംഗതികളെയും എന്ത് ചെയ്യുന്നു? ഞങ്ങൾ ഉപേക്ഷിക്കുന്നു. കർത്താവിനെ ഞങ്ങൾ എന്ത് ചെയ്യുന്നു? രക്ഷകനായി
സ്വീകരിക്കുന്നു. യേശു ആരാണെൻ്റെ? യേശു എൻ്റെ രക്ഷകനാണ് എന്ന് പറയുന്നു. ക്രിസ്തുവിൻ്റെ സാക്ഷിയായിട്ട് ഞാൻ എന്ത് ചെയ്യും? ജീവിക്കും എന്ന് പറയും. അല്ലേ? ഇത്രയും കാര്യങ്ങൾ ഇവിടെ പ്രതിജ്ഞ ചെയ്തു പോവുകയാണ് ദൈവസന്നിധിയിൽ. നിസ്സാരമായ കാര്യമല്ല എന്ന് ഓർത്തുകൊള്ളുക. ദൈവവചനം എന്ത് ചെയ്യണം? വായിക്കണം എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട സംഗതികളാണ്. ഓക്കെ, ഒരു കാര്യം കൂടെ അതിനോട് ചേർത്ത് പറയട്ടെ. ഈ കൽപ്പന നമുക്കറിയാം, 10 കൽപ്പന 1 2 3 എന്നൊരു 10 കൽപ്പന പറയാം നമുക്കറിയാം. അതിൻ്റെ ഒരു അർത്ഥം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ? അർത്ഥം എന്താണ് അതിൻ്റെ അർത്ഥം? അല്ലേ? യഹോവയാകുന്ന ഞാൻ നിന്റെ ദൈവവുമാണ്, കർത്താവാകുന്നു. അല്ലേ? ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്. കൽപ്പനയാണ്, അല്ലെ? ഒന്നാമത്തെ കൽപ്പനയാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിനർത്ഥം? അത് നമ്മൾ അനുസരിക്കും എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? വേറെ ഒരു ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മൾ എന്ത് ചെയ്യരുത്? ദൈവത്തെ നമ്മൾ ആരാധിക്കരുത് എന്ന് അതിൻ്റെ അർത്ഥം. രണ്ടാമത്തെ കൽപ്പന അതിനോട് തന്നെ ചേർന്ന് പറഞ്ഞിരിക്കുന്ന ഒരു കൽപ്പനയാണ്. അതെന്താണ്? ഒരു വിധത്തിലുള്ള വിഗ്രഹങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഉണ്ടാക്കരുത്, അതിനെ നമസ്കരിക്കരുത്, കുമ്പിടരുത്. അല്ലേ? ഒരു വിഗ്രഹത്തിൻ്റെ മുമ്പിൽ എന്ത് ചെയ്യരുത്? കുമ്പിടരുത്, നമസ്കരിക്കരുത്, വിഗ്രഹത്തെ എന്ത് ചെയ്യരുത്? ആരാധിക്കുക. അപ്പം ഇസ്രായേൽ മക്കളുടെ ജീവിതമായിട്ട്, ഇസ്രായേൽ മക്കൾക്കാണ് ഇത് ഡയറക്റ്റായിട്ട് കൽപ്പന കൊടുത്തത്. അവരുടെ ജീവിതമായിട്ട്, അവരുടെ ചരിത്രം നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കും. അവർ ഏറ്റവും അധികം തെറ്റിപ്പോയ ഒരു 2 കൽപ്പനകളാണ് അത് എന്ന് പറയുന്നത്. ഏത്? ഏകദൈവത്തെ ആരാധിക്കാതെ ബഹുദൈവങ്ങളിലേക്ക് അവർ പോയി. വിഗ്രഹത്തെ ആരാധിക്കരുതെന്ന് പറഞ്ഞു, വിഗ്രഹങ്ങളിലേക്ക് പോയി. അതുകൊണ്ട് അവർക്ക് വന്നു ഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് വേദോസ്തത്തിൽ ധാരാളം തവണ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് രാജാക്കന്മാരുടെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ അകത്ത് ദൈവത്തിന് യഹോവയ്ക്ക് അനിഷ്ടമായുള്ളത് ചെയ്തു, യഹോവയ്ക്ക് ഇഷ്ടമുള്ളത് ചെയ്തു എന്ന് പറയുന്നതെല്ലാം ഏതാണ്? ദൈവ ആരാധനയ്ക്ക് പ്രോത്സാഹനം നൽകുകയും ദൈവ ആരാധനയ്ക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്ത രാജാക്കന്മാരെ എല്ലാം ദൈവത്തിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചില്ല രാജാക്കന്മാരെ നല്ല രാജാക്കന്മാരെ എന്നും, അല്ലാത്ത രാജാക്കന്മാരെ മോശം അല്ലെങ്കിൽ ദൈവത്തിന് അനിഷ്ടമായ കാര്യങ്ങൾ ചെയ്ത രാജാക്കന്മാരെന്നും എന്ത് ചെയ്യുന്നു? അവരെ ആ ഒരൊറ്റ വാക്കിലാണ് എന്തിരിക്കുന്നത്? അവരെ വിലയിരുത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് അത് നമുക്കും കൂടെ ഉള്ളത് ആകയാൽ, എല്ലാ ദൈവമക്കൾക്കും ഉള്ളതാകയാൽ നമ്മൾ ഓർത്തിരിക്കണം, കൽപ്പനകൾ എന്ത് ചെയ്യണം? കൽപ്പനകൾ നിർബന്ധമായിട്ട് നമ്മൾ പ്രമാണിക്കേണ്ടത് ആവശ്യമാണ്. യേശു കൽപ്പന ചുരുക്കി പറഞ്ഞല്ലേ? എത്രയാക്കി പറഞ്ഞു? യേശു കൽപ്പന ചുരുക്കി പറഞ്ഞപ്പോൾ എത്രയാക്കി പറഞ്ഞു? 2. അത് ഉറക്കെ പറയണം അല്ലേ? 2 ആയിട്ട് പറഞ്ഞല്ലേ? ഏതാ 2 എണ്ണം? ആൺകുട്ടികളെന്ന് പറയാമോ? 2 കൽപ്പന ഏതാ? ചുരുക്കി പറഞ്ഞ് 2 കൽപ്പന. ഉറക്കെ പറഞ്ഞു. അതെ അത് പറഞ്ഞാൽ മതി. ഏതാണ് അത്? ചുരുക്കി പറഞ്ഞ കൽപ്പനകൾ ഏതാണ്? ഓക്കെ, നിങ്ങളത് പഠിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ ചോദ്യം അതല്ല. നമ്മൾ സാധാരണ പറയുന്നുണ്ട്, ഇസ്രായേൽ കേൾക്കാം എന്നും പറഞ്ഞ് അരുളി ചെയ്ത്, നമ്മുടെ കർത്താവ് അരുളി ചെയ്ത് ന്യായപ്രമാണത്തിൻ്റെയും പ്രവാചകന്മാരുടെയും ചുരുക്കം. എന്താണത്? നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ മനസ്സോടും പൂർണ്ണാത്മാവോടും പൂർണ്ണശക്തിയോടും കൂടെ സ്നേഹിക്കേണ്ടതാകുന്നു. ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തേത് അതിനോട് സമം, അതായത് നിന്റെ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുകയാണ്. ഈ വലുതായിട്ട് വേറൊരു കൽപ്പനയും ഇല്ല. ഈ 2 കൽപ്പനകളിൽ സകല ന്യായപ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ആകെ മാത്രം എല്ലാത്തിൻ്റെ ഒരു സംക്ഷേപം നമുക്ക് എന്തെങ്കിലും സംക്ഷേപിച്ചിരിക്കുന്ന കാണുവാൻ സാധിക്കും. ഏതിൽ? 2 കൽപ്പനകളിൽ. ആ 2 കൽപ്പനകളാണ് നമ്മൾ ദൈവത്തോടുള്ള മുറയെന്നും കൂട്ടുകാരനുള്ള മുറയെന്നും പറഞ്ഞ് 2 മുറകളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത് അല്ലേ? ദൈവത്തോടുള്ള മുറ ആദ്യം പറയുന്നതും പിന്നെ രണ്ടാമത് പറയുന്നത് ദൈവത്തെ പൂർണ്ണമായിട്ടും ദൈവത്തെ സ്നേഹിക്കുക, നിന്നെപ്പോലെ നിന്റെ കൂട്ടുകാരെ സ്നേഹിക്കുക. ചുരുക്കം പറയുമ്പോൾ 2 മുറകൾ അതാണ് വിശദീകരിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ചോദ്യം ഇതാണ്, നമ്മൾ ഈ 2 കൽപ്പന, ഈ 2 കൽപ്പനകളിൽ എന്തെല്ലാം അടങ്ങിയിട്ടുണ്ടെന്നാണ് പറഞ്ഞേ? സകല ന്യായപ്രമാണം അല്ലേ? ന്യായപ്രമാണം ഏതാ? ആൺകുട്ടികൾ എന്ന് പറഞ്ഞ ന്യായപ്രമാണ പുസ്തകങ്ങൾ ഏതാ? പറഞ്ഞേ. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, അതാണ് ന്യായപ്രമാണം എന്ന് പറയുന്നത്. മോശയുടെ 5 പുസ്തകങ്ങളിൽ പഞ്ചഗ്രന്ഥങ്ങൾ, അല്ലെങ്കിൽ തോറ എന്ന് പറയല്ലേ ഇസ്രായേൽ മക്കളുടെ ബൈബിൾ, യഹൂദന്മാരുടെ ബൈബിൾ എന്ന് പറയും. അതാണ് ന്യായപ്രമാണ പുസ്തകം. ഉൽപ്പത്തി, പുറപ്പാട്, ലേവ്യ, സംഖ്യ, ആവർത്തനം, 5 പുസ്തകങ്ങൾ ന്യായപ്രമാണം. ഈ 2 കൽപ്പനകളിൽ ഏത് അടങ്ങിയിട്ടുണ്ട്? ഈ 5 പുസ്തകങ്ങളും പിന്നെ പ്രവാചകന്മാരാരെല്ലാമാ? യെശയ്യാവ്, യെരമ്യാവ്, എസെക്കിയേൽ, ദാനിയേൽ, യോവേൽ, ആമോസ് എന്ന് പറഞ്ഞാൽ
പ്രവാചകന്മാർ, ധാരാളം പ്രവാചകന്മാരുണ്ട് അല്ലേ? ഈ 2 കൽപ്പനകളിൽ ന്യായപ്രമാണവും ഉൽപ്പത്തി തൊട്ട് ആവർത്തനം വരെയുള്ള പുസ്തകങ്ങളും പ്രവാചകന്മാരുടെ പുസ്തകങ്ങളും അടങ്ങിയിട്ടുണ്ട്. ഏതിൽ? ഈ 2 കൽപ്പനകളിൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ 2 കൽപ്പന പൂർണ്ണമായിട്ടും മനസ്സിലാകണമെങ്കിൽ അത് നമ്മൾ എന്തും കൂടെ വായിക്കണം? ഉൽപ്പത്തി തൊട്ട് ആവർത്തനം വരെയുള്ള പുസ്തകങ്ങളും പ്രവാചകന്മാരുടെ പുസ്തകങ്ങളും വായിച്ചാൽ മാത്രമേ ഈ 2 കൽപ്പനയുടെ പൊരുൾ, അർത്ഥം നമുക്ക് മനസ്സിലാക്കാണ്ട് സാധിക്കും. നമുക്ക് വന്നിരിക്കുന്ന ഏറ്റവും വലിയ കുഴപ്പമെന്ന് പറയുന്നത്, നമ്മൾ കൽപ്പന അത് ഒരു ലൈൻ പോലും തെറ്റാതെ എന്ത് ചെയ്യും? പഠിക്കും. പക്ഷെ അതിൻ്റെ ആഴങ്ങളോ അർത്ഥങ്ങളോ നമുക്കറിയത്തില്ല അല്ലേ? അത് മാത്രം പോലും പഠിക്കാതെ വരുന്ന ആൾക്കാർ ഉണ്ട് അല്ലേ? അതുപോലും പഠിക്കാതെ വരുന്ന ആൾക്കാർ ധാരാളം ഉണ്ട് നമ്മുടെ സ്ഥിരീകരണത്തിൽ. അത് പഠിച്ച് അത് അങ്ങനെ പഠിക്കാതെ വന്നിട്ടാണ് അവരെന്ത് ചെയ്യുന്നത്? അവർ വലിയ ക്രിസ്ത്യാനിയാണെന്നും പറഞ്ഞ് പോകാൻ പോകണം അല്ലേ? ഇവിടെ ക്രിസ്തുവിന് സാക്ഷിയായിട്ട് നിൽക്കുമെന്ന് ചോദിച്ചാൽ നിൽക്കുമെന്ന് പറഞ്ഞാൽ പോകുന്നു. വെറുതെ അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല. അതിന് ചില പ്രമാണങ്ങളുണ്ട്. പ്രമാണം എന്ന് പറഞ്ഞാൽ ഈ പ്രമാണം തന്നെയാണ് പ്രമാണം. അതനുസരിച്ച് പോയാൽ മാത്രമേ ക്രിസ്തുവിൻ്റെ സാക്ഷികളായിട്ട് നിൽക്കാനായിട്ട് നമുക്ക് സാധിക്കൂ അല്ലേ? അങ്ങനെയെങ്കിൽ അതിനെക്കുറിച്ചുള്ള ആഴമായ അർത്ഥം നമുക്ക് ആവശ്യമാണ്. മുമ്പ് ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ തിരികെ വരട്ടെ. നിങ്ങൾ ഇന്നു മുതൽ എന്ത് ചെയ്യണം? എല്ലാ ദിവസവും വിശുദ്ധ വേദപുസ്തകം വായിക്കണം. അത് നിങ്ങൾ പറഞ്ഞ് പ്രതിജ്ഞ ചെയ്തിട്ടാണ് പോകുന്നത്. എങ്കിലും അതിന് മുമ്പായിട്ട് ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, നിങ്ങൾ എല്ലാ ദിവസവും എന്ത് ചെയ്യണം? വേദപുസ്തകം വായിക്കണം. ദൈവത്തിൻ്റെ വചനം നിങ്ങൾ വായിക്കണം എല്ലാ ദിവസവും. എല്ലാ ദിവസവും എന്ത് ചെയ്യണം? കർത്താവിനോട് പ്രാർത്ഥിക്കണം. നിങ്ങളുടെ സ്വന്തമായിട്ടുള്ള പ്രാർത്ഥനയെക്കുറിച്ചാണ് പറയുന്നത്, വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയെക്കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ എല്ലാ ദിവസവും വ്യക്തിപരമായിട്ട് എന്ത് ചെയ്യണം? വിശുദ്ധ വേദപുസ്തകം വായിക്കുകയും നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യണം. നിങ്ങളുടെ വീട്ടിൽ ഈ വീട്ടുപ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന എന്ന് പറയുന്നുണ്ടോ? സന്ധ്യാപ്രാർത്ഥന ഉള്ളവർ നിങ്ങളുടെ വീട്ടിൽ സന്ധ്യയ്ക്കുള്ള പ്രാർത്ഥന ഉണ്ട് വീട്ടിൽ? ഓക്കെ, കേതാതിട്ടു. സന്ധ്യയ്ക്ക് എല്ലാവരും കൂടത്തില്ല, രാവിലെ എല്ലാവരും കൂടെ. രാവിലത്തെ പ്രാർത്ഥന, പ്രഭാത പ്രാർത്ഥന ഉള്ളവർ നിയോഗിക്കുകയും പ്രഭാതത്തിൽ പ്രാർത്ഥനയുള്ളവർ. ഓക്കെ, സന്ധ്യയ്ക്കും പ്രഭാതത്തിലും പ്രാർത്ഥനയുള്ളവർ നിയോഗിക്കുകയും 2 പ്രാർത്ഥനയും ഞങ്ങളുടെ വീട്ടിലുണ്ട്. അങ്ങനെയുള്ളവർ നിയോഗിക്കേ. ഓക്കെ, വെച്ചുണ്ട്. ഈ ക്രിസ്തീയ വിശ്വാസ അഭ്യസനം എന്ന് പറയുന്നത് പിള്ളേരെ ഇങ്ങനെ കുത്തിയിരുത്തി ഇങ്ങനെ കിളി പറയിപ്പിക്കുന്നതല്ല. അത് അവർ ഓരോ ദിവസവും കണ്ടുപിടിക്കുന്നതാണ്. എവിടുന്നാണ് കണ്ടുപിടിക്കുന്നത്? വീട്ടിൽ നിന്നാണ് കണ്ടുപിടിക്കുന്നത് അല്ലേ? വിശ്വാസ പരിപോഷണം ആരംഭിക്കുന്നത് എവിടുന്നാണ്? വീട്ടിൽ നിന്നാണ്. പ്രിയ മാതാപിതാക്കന്മാരെ, മമ്മിമാരെ, ഡാഡിമാരെ, പപ്പാമാരെ, അപ്പച്ചന്മാരെ, അമ്മച്ചന്മാരെ, നിങ്ങളുടെ ചെയ്തികളാണ് എന്ത് ചെയ്യുന്നത്? വിശ്വാസത്തിൻ്റെ ആദ്യ പാഠങ്ങൾ കുട്ടികൾ പഠിക്കും. മറന്നു പോകരുത്. സ്ഥിരീകരണ പാഠങ്ങൾ എന്ന് പറയുന്നത് അത് വളരെ അടിസ്ഥാനപരമായ പ്രമാണങ്ങളാണ് പഠിക്കുന്നത്. പക്ഷെ അത് പഠിക്കുന്നത് എപ്പോഴാണ്? ഈ കർത്താവിൻ്റെ പ്രാർത്ഥനയും വിശ്വാസ പ്രമാണവും 10 കൽപ്പനകളും അതിൻ്റെ വിശദീകരണമെല്ലാം പഠിക്കുന്നത് എപ്പോഴാണ്? എത്രാമത്തെ വയസ്സിലാണ്? എല്ലാവരും ഇവിടെ തന്നെ ഉണ്ടല്ലോ അല്ലേ? എത്രാമത്തെ വയസ്സിലാണ്? ആർക്കറിയാം അല്ലേ? പിള്ളേരുടെ വയസ്സ് നോക്കി ഇവിടെ ആർക്ക് നേരം? അവനവൻ്റെ കാര്യം നോക്കാൻ നേരമില്ല. അപ്പോഴാണ് പിള്ളേരുടെ കാര്യം നോക്കുന്നത്. 14-ാമത്തെ വയസ്സ്, നമ്മൾ സാധാരണ ഇപ്പോൾ സിരിയനത്തിന് ഒരുക്കുന്ന പ്രായം 14-ാമത്തെ വയസ്സ് ഈ കൊച്ച് ഏത് ക്ലാസ്സിലായിരിക്കും പഠിക്കുന്നത്? കുറഞ്ഞ പക്ഷം അവർ ഹൈസ്കൂളും കഴിഞ്ഞ് +1 +2 എന്ത് ചെയ്യും? അവർ കയറുന്ന സമയമായിരിക്കും. അവരതിനിടയ്ക്ക് എന്തെങ്കിലും പഠിച്ച് കാണുമോ? അല്ല, ഒന്ന് ഓർത്ത് നോക്കി. അവരതിന് ഒന്നും പഠിച്ചില്ലേ? അവർ ധാരാളം കാര്യങ്ങൾ അവർ പഠിച്ചു. ധാരാളം തത്വങ്ങളും ശാസ്ത്രങ്ങളും അറിവുകളും അവർക്ക് കിട്ടി ഈ 14 വയസ്സിൻ്റെ ഇടയ്ക്ക്. എന്തുമാത്രം അവർ പഠിച്ചില്ല? അവൻ്റെ ആത്മാവിൻ്റെ ജീവിതത്തിന് അതിപ്രധാനമായിരിക്കുന്ന അവൻ തുടക്കം കുറിച്ച ദൈവ പൈതൽ എന്നുള്ള കാര്യത്തിൽ അടിസ്ഥാന പ്രമാണങ്ങൾ ആ പൈതൽ എന്ത് ചെയ്തില്ല? പഠിച്ചു. മറ്റു ലോകത്തിൻ്റെ പ്രമാണങ്ങൾ എന്ത് ചെയ്തു? ആ കൊച്ചു പഠിച്ചു, അറിവ് നേടി. സാധാരണ ഞാൻ പറയുന്ന പോലെ പറയാറുണ്ട്, കുഞ്ഞുങ്ങളുടെ മനസ്സെന്ന് പറയുന്നത് വെള്ള പേപ്പർ പോലെയാണ്, വെള്ളക്കടലാസ് പോലെയാണ്. ഒരു എഴുത്ത് പോലും അവത്തെ ഇല്ല. എന്ത് കേൾക്കുന്നു അതവിടെ പതിയും, എന്ത് കാണുന്നു അതവിടെ പതിയും, എന്തവർ പഠിക്കുന്നു അതെല്ലാം അവർ അവിടെ ഹൃദയത്തിൽ എന്ത് ചെയ്യുന്നു? എഴുതി വെക്കുക. പ്രത്യേകിച്ച് അതിനുവേണ്ടി എഴുതാൻ സമയമൊന്നും എടുക്കണ്ട. എന്ത് ചെയ്യുന്നു? കാണുന്ന കേൾക്കുന്ന എല്ലാം
ഈ പണ്ടത്തെ ഒരു പേപ്പർ ഉണ്ടല്ലോ, മഷി ഒപ്പുന്നൊരു സൈസ് പേപ്പർ, മഷി പേന ഉപയോഗിച്ചിരുന്ന കാലത്തോളം, അതുപോലെ എന്ത് ചെയ്യും, ഒരു സ്പോഞ്ച് ഒപ്പിയെടുക്കുന്ന പോലെ എന്ത് ചെയ്യും ഈ പിള്ളേരത് ഒപ്പിയെടുക്കും, അവരുടെ മനസ്സിലത് പതിയും. കാരണം വേറെ ഒന്നുമില്ല, ക്ലീൻ ഷീറ്റാണ്, ക്ലീൻ ഷീറ്റാണ്, എന്ത് കണ്ടാലും അവർ പഠിക്കും. ഇനിയിപ്പം ദൈവത്തിന് സ്തോത്രം എന്നുള്ള കാര്യം ആദ്യം കേൾക്കുന്നുണ്ട്, അത് അവിടെ ദൈവത്തിന് സ്തോത്രം. ഇനി വേറെ എന്തിനാ പറയുന്നത്, ഒരു ചീത്ത വർത്താനം കേൾക്കുന്നില്ല, അതെന്ത് ചെയ്യും, അതും അവിടെ പതിയും. എന്തെല്ലാം അവർ കേൾക്കുന്നു അതെല്ലാം എന്ത് ചെയ്യും, അവരുടെ ഹൃദയത്തിൽ പതിയും. അവർ കാണുന്നതെല്ലാം എന്ത് ചെയ്യും, അവരുടെ ഹൃദയത്തിൽ പതിയും. അത് അവരുടെ അറിവാണ്. അങ്ങനെയാണെങ്കിൽ 14 വയസ്സിൻ്റെ ഇടയ്ക്ക് എന്തുമാത്രം അറിവ് അവർ നേടി അല്ലേ? ധാരാളം അറിവ് അവർ നേടി. ഒരു കാര്യം മാത്രം അവർ നേടിയില്ല, എന്താണ്? കർത്താവിൻ്റെ പ്രാർത്ഥന അവരെന്ത് ചെയ്യില്ല. അവരുടെ ഈ ഇത്രയും എഴുത്തിൻ്റെ ഇടയ്ക്ക് സൂക്ഷിച്ച് നോക്കിയാൽ പോലും കർത്താവിൻ്റെ പ്രാർത്ഥന അതിൻ്റെ അത് കാണത്തില്ല, വിശ്വാസ പ്രമാണം അതിനകത്ത് കാണത്തില്ല, 10 കൽപ്പനയും കാണത്തില്ല, പിന്നെ വേദോത്സവം എത്ര പേരോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമേ കാണത്തില്ല. വൈകുന്നേരം പ്രാർത്ഥന, രാവിലെ പ്രാർത്ഥന, ശീലങ്ങളൊന്നും അതിനകത്ത് ഇല്ല. അതെന്താ അങ്ങനെ ഇല്ലാണ്ട് പോയതെന്താ? അവരത് കണ്ടിട്ടില്ല, അവരത് കേട്ടിട്ടുമില്ല. ഉത്തരവാദികൾ ആരാ ഉത്തരവാദികൾ? നിങ്ങൾ പറഞ്ഞേ. പിള്ളേരെ കൊണ്ട് ഏതായാലും ഞാൻ പറയപ്പോ ഇത് ആരാ ഉത്തരവാദികൾ? പ്രായമുള്ളവർ. മാതാപിതാക്കൾ എന്ന് പറഞ്ഞാൽ പൊതുവായിട്ട് പറയാം, പ്രായമുള്ളവരാ, ഞാനും നിങ്ങളുമാണ് അതിന് ഉത്തരവാദികൾ. ഇതിന് ശേഷം ഈ പ്രമാണമൊക്കെ പഠിപ്പിച്ച് ഈ പിള്ളേർക്ക് വല്ലതും മനസ്സിലാവും? നിങ്ങൾ ചിന്തിച്ചേ. അവിടെയാണ് നമുക്ക് വന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു തകരാറ്. ഏറ്റവും പ്രധാനപ്പെട്ടത് പഠിപ്പിക്കണമെന്ന് നമ്മൾ ബാധ്യതപ്പെട്ടിരിക്കുന്നത് പഠിപ്പിക്കാതെ മറ്റ് അനേക കാര്യങ്ങൾ കുട്ടികൾ പഠിച്ചതിന് ശേഷം എന്ത് ചെയ്യുന്നു, അവർ വരികയാണ്. അപ്പോൾ അവർ പഠിക്കുന്ന കൂടുതൽ കാര്യങ്ങൾ വിശ്വാസത്തിന് എതിരായിട്ടുള്ളതും അതിനെ ചോദ്യം ചെയ്യുന്നതുമുള്ള കാര്യങ്ങളായിരിക്കും അവർ പഠിക്കുന്നത്. പ്രമാണങ്ങളെല്ലാം, ലോകത്തിൻ്റെ കാര്യങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ്. മറ്റു വിശ്വാസങ്ങളും കാര്യങ്ങളെല്ലാം അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുമായിട്ട് നമ്മളിപ്പോൾ പുതുതായിട്ട് പഠിപ്പിക്കുന്ന ഈ പ്രമാണം അവരെന്ത് ചെയ്യത്തില്ല. അവർ നോക്കുമ്പോൾ പറയും, അവരുടെ കൂടുതൽ ഇഷ്ടമായിട്ട് തോന്നുന്നത് എന്തായിരിക്കും, അവർ ചെറുപ്പത്തിലേ പഠിച്ച കാര്യങ്ങളായിരിക്കും അവർക്ക് ഇഷ്ടമായി തോന്നുന്നത്. അതുകൊണ്ട് എന്നെല്ലാം പറഞ്ഞാലും എന്ത് ചെയ്യരുതില്ല, അവർ എടാ വേദവസ്തു എടുക്കടാ, എടി പ്രാർത്ഥിക്കടി എന്നൊക്കെ പറഞ്ഞാൽ എന്ത് ചെയ്തില്ല, ഇത്രയും നാളും പ്രാർത്ഥിച്ചില്ല പിന്നെയാ എന്നും പറഞ്ഞ് അവരെന്ത് ചെയ്യും, പോകും. കാരണം അങ്ങനെ ഒരു ശീലം നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, ഇട്ട് കൊടുത്തിട്ടില്ല അല്ലേ? അതിനേക്കാൾ ഒത്തിരി നമ്മൾ എന്ത് ചെയ്തു, ഈ പിള്ളേർ പഠിച്ചു. അപ്പോൾ ആദ്യം ഒന്നാമത് ഈ കുഞ്ഞുങ്ങൾക്ക് നൽകേണ്ടത് എന്താണ്? ദൈവത്തിൻ്റെ വചനമാണ് അല്ലേ? അവരെ പ്രാർത്ഥിപ്പിക്കാൻ പഠിക്കണം. ഈ കുഞ്ഞുങ്ങൾ ആരാന്ന് പറഞ്ഞു കൊടുക്കണം. അതിനൊരു പാട്ടുണ്ട്, ദൈവത്തിൻ്റെ പൈതൽ ഞാൻ, സ്വർഗരാജ്യം എൻ്റേത് അല്ലേ? പണ്ടത്തെ അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് പാടിക്കൊടുക്കുന്ന പാട്ടാണ്, മടിയിലിരുത്തി അവർക്ക് പാടിക്കൊടുക്കുന്ന പാട്ടാണല്ലേ. ദൈവത്തിൻ്റെ പൈതൽ ഞാൻ, സ്വർഗരാജ്യം എൻ്റേത്. കുഞ്ഞു കുഞ്ഞു കഥകൾ. ഏത് കഥകളാണ് പറഞ്ഞു കൊടുക്കുന്നത്? വേദോത്സവത്തിലെ കഥകളാണ് എന്ത് ചെയ്യുന്നത്, അമ്മച്ചിമാർ പറഞ്ഞു കൊടുക്കുന്നത് അല്ലേ? കാരണം അവർക്ക് അതേ കൂടുതൽ പരിചയമുള്ളൂ. അതുകൊണ്ട് അവരെന്ത് ചെയ്യും, അത് പറഞ്ഞു കൊടുക്കും. ആദ്യം കേൾക്കുന്ന ഏതാണ്? ഇതുപോലുള്ള വേദപുസ്തകത്തിലെ കഥകളാണ് കുഞ്ഞുങ്ങൾ കേൾക്കുന്നത്. ആദ്യം കേൾക്കുന്ന പാട്ട് ഏതാണ്? ഈ ദൈവവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പാട്ടുകളാണ്. ഈ കുഞ്ഞുങ്ങൾ രാത്രി കിടന്നുറങ്ങുന്ന എന്താണ്, അമ്മച്ചിമാരും അപ്പച്ചന്മാരും പ്രാർത്ഥന ചൊല്ലുന്നത് കേട്ടതാണ് എന്ത് ചെയ്യുന്നത്, അവർ അവിടെ കിടന്നുറങ്ങുന്നത്. പ്രാർത്ഥിക്കാൻ അല്പസ്വല്പം വർത്താനം പറയാൻ തുടങ്ങിയാൽ എന്ത് ചെയ്യും, കുഞ്ഞുങ്ങൾക്ക് എന്ത് ചെയ്യുന്നു, പ്രാർത്ഥന ചൊല്ലി കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, അവരെ ഉറക്കാൻ കിടത്തുന്നത് അല്ലേ? ഇന്നെന്താണ്, ഇന്ന് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എളുപ്പം നമ്മുടെ മൊബൈൽ എടുത്ത് എന്ത് ചെയ്യും, ഒരു കാർട്ടൂൺ എടുത്ത് കാണിച്ചു കൊടുക്കും. അത് മലക്കടപ്പാക്ക് കൊടുക്കുന്ന കൊച്ചിനും എന്ത് ചെയ്യും കൊടുക്കും അല്ലേ? എന്താണെന്ന് അറിയത്തില്ലെന്ന് വെച്ച് നോക്കുമ്പോൾ നല്ല കളറുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു ചാടുന്നു. നമ്മളവർക്ക് ഈ കൊച്ചിനൊരു ബോധവുമില്ല, പൊക്കണവുമില്ല, ഒന്നും മനസ്സിലാകുന്നില്ല അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം രസകരമായ സംഗതി കേട്ടി. 2 പിള്ളേരും അവരുടെ സംസാരം മുഴുവൻ ഹിന്ദിയിലാണ് പിള്ളേരെ സംസാരിക്കുന്നത്. മാതാപിതാക്കന്മാർക്ക് ഹിന്ദി അറിയാമെന്ന് ചോദിച്ചാൽ ചെറുപ്പകാലത്ത് പഠിച്ചതല്ലാതെ അവർക്ക് ഒരു ഹിന്ദിയായിട്ട് യാതൊരു ബന്ധവുമില്ല. അവിടെ ഹിന്ദി തൊഴിലാളികൾ പഠിപ്പിക്കുന്നൊന്നുമില്ല. പക്ഷേ ഈ പിള്ളേർ അങ്ങനെ പുറത്തിറക്കുന്ന പിള്ളേരും അല്ല. പക്ഷേ അവർ തമ്മിൽ സംസാരിക്കുക എന്താ സംസാരം, സൂപ്പർ ഹിന്ദിയാണ് പറയുന്നത്. ചോദിച്ചപ്പോഴാണ് പറയുന്നത്, പിള്ളേർ കാണുന്നത് എന്താണ്, ഹിന്ദിയിലുള്ള കാർട്ടൂൺ കാണുന്ന പിള്ളേർ. ഹിന്ദിയിലുള്ള കാർട്ടൂൺ കണ്ട് പിള്ളേർക്ക് എന്ത് ചെയ്യും, ഹിന്ദി നല്ല ഒന്നാം തരം വശമാണ്. അവർക്ക് നമ്മളെപ്പോലെയാണ്, അവർക്ക് ഒന്നും അറിയത്തില്ല. നമ്മളെക്കാളും അഡ്വാൻസ്ഡാണ് അവരുടെ ബുദ്ധി അല്ലേ? മറന്നു പോയത്. നല്ലത് എന്ത് ചെയ്യുക, അവരെ പഠിപ്പിക്കുക, നല്ലത് കാണിച്ചു കൊടുക്കുക അല്ലേ? ഓർത്തോണം, അവരിതിനു മുമ്പ് എന്ത് ചെയ്തിരിക്കുന്നു, നിങ്ങൾ ഇതിനു മുമ്പ് ധാരാളം കാര്യങ്ങൾ പഠിച്ചിരിക്കുന്നു അല്ലേ? നമ്മുടെ സഭയ്ക്ക് വന്നിരിക്കുന്ന ഏറ്റവും വലിയൊരു കുഴപ്പം,
ഈ അടിസ്ഥാന പ്രമാണം എന്ത് ചെയ്യുന്നില്ല, ചെറുപ്പത്തിലെ കുഞ്ഞുങ്ങൾക്ക് നൽകുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ നമ്മൾ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ 2 സമുദായങ്ങൾ ഉണ്ട്. അവരെന്ത് ചെയ്യുന്നുണ്ട്, അവർ ഇതാണ് ആദ്യം കൊടുക്കുന്നത്. നമുക്ക് ഒരു സമുദായം എന്ന് പറയുന്നത് നമ്മുടെ ക്രിസ്ത്യൻ സമുദായം തന്നെയാണ്. കാത്തലിക് സഭയെ നമ്മൾ ആ കാര്യത്തിൽ എന്ത് ചെയ്യണം, അപ്രീസിയേറ്റ് ചെയ്യുന്നതായിട്ടുണ്ട്. അവർ വളരെ ചെറുപ്പത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, സ്കൂളിൽ പോകുന്ന അതേ പ്രായത്തിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, അവരെ വേദപഠനം പഠിക്കും അല്ലേ, വേദപാഠം എന്നുള്ള രീതിയിലാണ് പഠിപ്പിക്കുന്നത്. അതൊരു 12 വയസ്സൊക്കെ ആകുമ്പോൾ എന്ത് ചെയ്യും, അവരത് മുഴുവൻ പഠിക്കും അല്ലേ, മുഴുവൻ പഠിക്കും. ഒരുവിധമുള്ള പ്രാർത്ഥന, പ്രതിവാക്യങ്ങൾ, ചൊല്ലത്തുകൾ, പ്രമാണങ്ങൾ എല്ലാം എന്ത് ചെയ്യുന്നു, അവർ പഠിച്ചിരിക്കും. അവർ ഏറ്റവും അങ്ങേയറ്റം പഠിക്കുന്നത് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ ആരാണ്, ഞങ്ങളാണെന്ന് പഠിക്കും. കുറഞ്ഞ കുറച്ച് നമ്മൾ മറന്നു പോകുന്നത്. ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ അവർ ആര് പറയും, ഞങ്ങളാണ് ക്രിസ്ത്യാനി. സീസക്കാർ അവർ സീസക്കാരാണ്, അവർ സീസക്കാരാണ്, ഞങ്ങളാണ് ക്രിസ്ത്യാനികൾ. അത്രയും ഉറപ്പ് ഈ പിള്ളേർക്ക് കിട്ടുന്നുണ്ട് അല്ലേ. നമ്മുടെ പിള്ളേർക്കോ? അതുകൊണ്ട് അവരെ നമ്മുടെ കാത്തലിക സഭകളിലെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്തില്ല, അങ്ങനെ അതും ഇതും പറഞ്ഞ് എന്ത് ചെയ്യാൻ മാറ്റാൻ ഭയങ്കര പാടാണ് അല്ലേ. അവർ പറയും ഞങ്ങളുടെ ദൈവമല്ലാതെ, ഞങ്ങളുടെ വിശ്വാസമല്ലാതെ, ഞങ്ങളുടെ പള്ളിയല്ലാതെ, ഞങ്ങളുടെ അച്ഛല്ലാതെ വേറെ ആരും ഇല്ലെന്ന് അല്ലേ. അത്രയും എന്ത് ചെയ്യുന്നു, അവർ അത്രയും പഠിച്ചു ഉറച്ചു. വേറെ ഒന്നും പഠിക്കുന്നതിന് മുമ്പ് അവരതെല്ലാം പഠിച്ചു. മറ്റൊന്ന് മുസ്ലിം സഹോദരങ്ങളാണ് അല്ലേ. അവരിത് പഠിച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, സ്കൂളിലേക്ക് പോകും. സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യുന്നുണ്ട്, ചെറിയ പ്രായത്തിൽ തന്നെ അവർ തരും. അവരുടെ മദ്രസകളിൽ പോയി എന്ത് ചെയ്യുന്നത്, അവരുടെ ഉപദേശം പഠിക്കും. അതുകൊണ്ട് അവരെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അവരെ എത്ര പ്രായമായാലും ആ വിശ്വാസത്തിൽ മാറ്റാൻ ഭയങ്കര പാടാണ്. ഓക്കെ, സീസേക്കാരോ, സീസേക്കാരൻ നമ്മുടെ കുഞ്ഞുങ്ങളോ, അവർക്ക് എന്തെങ്കിലും ഒരു വിശ്വാസത്തെക്കുറിച്ച് ഒരു ഓർപ്പുണ്ടോ? അവർ പറയണ കാത്തലിക് സഹോദരന്മാർ പറയുകയാണ്, കുഞ്ഞുങ്ങൾ പറയുകയാണ് ഞങ്ങളാ ക്രിസ്ത്യാനി. നിങ്ങൾ ഇതാണ്, നിങ്ങൾ എത്തും, ഞങ്ങൾ സീസേക്കാണ്, അല്ലാതെ നമ്മൾ വേറെ ഒന്നുമേ. പാടാ ഈ പള്ളിയിലും പോകാം, ശരി എന്നാൽ അങ്ങോട്ട് വന്നേക്കാം. എടാ എന്നാൽ ആ പള്ളിയിൽ പോകാം, എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. എടാ അതെല്ലാം ഒന്നാളാ, ഇതെല്ലാം മനുഷ്യന്മാരെല്ലാം ഒന്നാ, എന്താ ഇങ്ങോട്ട് പോവാം, എന്നാൽ പിന്നെ അങ്ങോട്ട് പോയേക്കാം. കാരണം എന്താണ്, അടിസ്ഥാനപരമായി നമ്മൾ ഇത് ചെയ്തിട്ടില്ല. നമ്മൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രതിജ്ഞയൊക്കെ ചെയ്ത് പോയി, പക്ഷേ ഇതൊന്നും നമ്മൾ പിള്ളേരെ പഠിപ്പിച്ചില്ല, ശ്രദ്ധിച്ചില്ല, ഒന്നും. അവരെ പഠിപ്പിക്കാൻ ശ്രമിച്ചു, നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ ശ്രമിച്ചു, എല്ലാം കൊടുക്കാൻ ശ്രമിച്ചു, പക്ഷെ ഒരു കാര്യം കൊടുത്തില്ല, ദൈവത്തെ എന്ത് ചെയ്തില്ല, അടിസ്ഥാനത്തിൽ അവരെ ഉറപ്പിക്കുന്ന നമ്മൾ പരാജയപ്പെട്ടു. യഥാർത്ഥത്തിൽ വിശുദ്ധ ബപ്തിസ്മയുടെ സ്നാനത്തിൻ്റെ പരിസമാപ്തി എന്ന വണ്ണമാണ് എന്ത് ഇത് വരുന്നത് അല്ലേ. ഒരു പൈതൽ, സ്ഥിരീകരണം കഴിഞ്ഞൊരു പൈതൽ എന്ത് ചെയ്തു, ആ പൈതലിനെ വിശ്വാസ ജീവിതത്തിൽ അവനെ പുറകോട്ട് കൊണ്ടുപോകാൻ ആർക്കും സാധ്യമല്ല. അത്രയാണ് അവൻ്റെ വിശ്വാസം, അത്രയും അവൻ അതിൽ പഠിച്ചു ഉറക്കുകയാണ് അല്ലേ. പക്ഷേ നമ്മൾ ഓർക്കണം, നമുക്ക് എത്ര ആൾക്കാർക്ക് ആ വിശ്വാസമുണ്ടല്ലേ. കൽപ്പന എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാം, നമ്മുടെ സഭ എന്ന് പറഞ്ഞാൽ എന്താണ് നമുക്കറിയാമോ അല്ലേ. നമ്മൾ വളരെ കാര്യങ്ങൾ പഠിച്ചതിന് ശേഷമാണ് സ്ഥിരീകരിക്കുന്നത് അല്ലേ. അറിവാണ് എന്ത് ചെയ്യുന്നത്, സ്ഥിരീകരിക്കാൻ പോകുന്നത്. സ്വയം നമ്മൾ എന്ത് ചെയ്യാണ്, ഏറ്റെടുക്കാൻ പോവുകയാണ്. നമ്മൾ ഏത് പള്ളിക്കാരാ മക്കളെ? CCI പള്ളി അല്ലാതെ വേറെ പള്ളി ഏതാ ഉള്ളത്? കാത്തലിക് ഉണ്ട്, ഓർത്തഡോക്സ് ഉണ്ട്, മാർത്തോമ ഉണ്ട്, പെന്തക്കോസ്ത് പള്ളികളുണ്ട്. ഓക്കെ, CSIയും മറ്റ് സഭകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എന്താ സഭയുടെ വ്യത്യാസം? ഓക്കെ, CSI സഭ എന്ന് പറഞ്ഞാൽ ഒന്നായി തീർന്ന സഭയാണ്, മറ്റെല്ലാം ഒറ്റയൊറ്റ സഭകളാണ്. നമ്മുടെ സഭയിൽ ഏതെല്ലാം വിഭാഗത്തിൽപ്പെട്ട ആൾക്കാരുണ്ട്, ഏതെല്ലാം ബാക്ക്ഗ്രൗണ്ടിലുള്ള ആൾക്കാരുണ്ട്, പാരമ്പര്യങ്ങളിലുള്ള ആൾക്കാരുണ്ട്. ചുരുക്കം പറയാം, AD 52 മുതൽ ക്രിസ്ത്യാനികളായ ആൾക്കാരും ഇന്നലെ ക്രിസ്ത്യാനികളായ ആൾക്കാരും CSI സഭയിൽ ഉണ്ട് അല്ലേ. അവരെല്ലാം CSI സഭയിലെ അംഗങ്ങളാണ്, ഒന്നായി തീർന്ന ആൾക്കാരാണ് അല്ലേ. മലയാളികൾ മാത്രമോ ഉള്ളോ? അല്ല, മലയാളികൾ മാത്രമല്ല, തമിഴ് മാത്രമല്ല, കന്നഡ മാത്രമല്ല, അതുപോലെ തെലുങ്ക് മാത്രമല്ല, വിവിധ ഭാഷകളാണ് അല്ലേ. വിവിധ ഭാഷകൾ സംസാരിക്കുന്നവരും, വിവിധ സാമൂഹിക പശ്ചാത്തലത്തിലുള്ളവരും, വിവിധ സാഹചര്യങ്ങളുള്ളവരും, നിലവാരങ്ങളിലുള്ളവരും, അങ്ങനെ എല്ലാ തരം ആൾക്കാരും ഒന്നുചേർന്നാണ് നമ്മുടെ സഭ. എല്ലാവർക്കും ചേർന്ന് നിൽക്കാൻ പറ്റിയ ഒരേ ഒരു സഭയാണ് നമ്മുടെ ഐക്യസഭ. ഈ സഭ എന്നാ ഉണ്ടായത്, ഏത് വർഷമാണ്? 1947 നമ്മുടെ സഭ രൂപീകൃതമായത്, സെപ്റ്റംബർ മാസത്തിൽ അല്ലേ. അതിനു മുമ്പ് ഈ സഭകൾ വ്യത്യസ്ത പാരമ്പര്യങ്ങളുള്ള മിഷൻ സഭകളുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടന്നത്. നമ്മളൊക്കെ ഈ പ്രദേശത്തുള്ളവരൊക്കെ CMS എന്ന് പറയുന്ന ചർച്ച് മിഷൻ സൊസൈറ്റിയുടെ ആ സഭകളിലാണ് അല്ലെങ്കിൽ ആരാധനയാണ് പങ്കെടുത്തിരുന്നത്. അത് ആംഗ്ലിക്കൻ സഭയുടെ മിഷണറി വിങ് ആയിരുന്നുകൊണ്ട് ആംഗ്ലിക്കൻ സഭാ പാരമ്പര്യമാണ് CMS പള്ളികളിൽ ഉണ്ടായിരുന്നത്. അത് പിന്നീട് എന്തായി തീർന്നു,
CSI സഭയായിട്ട് തീർന്നു. തെക്കൻ കേരളത്തിൽ അത് LMS ആണ്, ലണ്ടൻ മിഷൻ ആയിരുന്നു. അതുകൊണ്ട് അവിടെ കോൺഗ്രിഗേഷണൽ പാരമ്പര്യമാണ് അവിടെ ഉള്ളത്. ആ പാരമ്പര്യവും 1947 എന്തായി തീർന്നു? അതും CSIയുടെ ഭാഗമായി തീർന്നു. അതുപോലെ നമ്മുടെ വടക്കൻ കേരളത്തിലുണ്ടായിരുന്ന BMS ആയിരുന്നു, ബാസൽ മിഷൻ ആയിരുന്നു. ബാസൽ മിഷൻ ആൾക്കാർക്ക് അത് പ്രസ്ബിറ്റേറിയൻ ബാക്ക്ഗ്രൗണ്ട് ആയിരുന്നതുകൊണ്ട് അവിടെയും ആ ബാക്ക്ഗ്രൗണ്ടും കൂടെ എന്ത് ചെയ്യണം, ഇങ്ങോട്ട് വന്നു. പിന്നെയുള്ളത് മെത്തഡിസ്റ്റ് ആണ്. അപ്പോൾ കോൺഗ്രിഗേഷനും പ്രസ്ബിറ്റേറിയനും എപ്പിസ്കോപ്പലും മെത്തഡിസ്റ്റും ഇങ്ങനെ 4 വ്യത്യസ്ത പാരമ്പര്യങ്ങൾ ഒന്നായി ചേർന്ന് നമ്മുടെ സഭ രൂപീകരിക്കപ്പെട്ടു. ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ എന്ന് പറയുന്ന ഐക്യസഭ രൂപീകരിക്കും. നമ്മുടെ സഭ ഐക്യസഭയാണ്, മറ്റുള്ള സഭകൾ ഒറ്റ സഭകളാണ്. നമ്മുടെ സഭയുടെ പ്രധാനപ്പെട്ട വ്യത്യാസം. ഓക്കെ, വാക്യം ഒന്നുകൂടെ പറഞ്ഞേ. കാത്തുകൊള്ളും. നമുക്ക് എത്ര സക്രമം എന്താ ഉള്ളത്? 2. ഏതെല്ലാം? സ്നാനവും സംസർഗവും. വാക്യം ഒന്നുകൂടെ പറഞ്ഞേ. വാക്യം 5. ആൺകുട്ടികൾ ആ വാക്യം എന്ന് പറഞ്ഞ് ചൊല്ലിക്ക്. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ, ഉറക്കെ പറഞ്ഞേ. ആൺകുട്ടികൾ തന്നെ ഇച്ചിരി ഉറക്കെ പറഞ്ഞേ. ഓക്കെ, പെൺകുട്ടികൾ പറഞ്ഞേ. കൽപ്പന കാക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അനുസരിക്കുക. കൽപ്പന കാക്കുക എന്ന് പറഞ്ഞാൽ അനുസരിക്കുക. ഓക്കെ, കൽപ്പന അനുസരിക്കുന്നു. കൽപ്പന അനുസരിക്കുമ്പോൾ നമ്മൾ ആരെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു? ദൈവത്തെ സ്നേഹിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? കൽപ്പന പ്രമാണിക്കണം. കൽപ്പന പ്രമാണിക്കാൻ എന്ത് ചെയ്യണം? അനുസരിക്കേണ്ട കൽപ്പന കൃത്യമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ കൽപ്പനകൾ എന്ത് ചെയ്യണം? നമ്മുടെ ജീവിതത്തിൽ അത് നടപ്പാക്കണം. അല്ലേ? പള്ളിക്കകത്തിരുന്നാണോ കൽപ്പന നടപ്പാക്കുന്നത്? ഇപ്പം നമ്മളിവിടെ വിഗ്രഹത്തെ ആരാധിക്കുന്നത് പറഞ്ഞല്ലേ, നമ്മളിവിടെ ഇരിക്കുമ്പോഴല്ല അത് ചെയ്യുന്നത്. പിന്നെ പുറത്ത് ബാക്കിയുള്ള 6 ദിവസങ്ങൾ നമ്മുടെ സഞ്ചാര ജീവിതയാത്രയിലാണ് ഒരുപക്ഷെ അതൊക്കെ സംഭവിക്കുന്നത്. അല്ലേ? ഇവിടെ വരുമ്പോഴാണ് പറയുന്നത് വിഗ്രഹ ആരാധന തെറ്റാണ്, ഞാനല്ലാതെ ഒരു ദൈവത്തെ നിങ്ങൾ ആരാധിക്കുന്നത്. ആ കാര്യം ഓർമ്മ വരുമ്പോൾ എന്ത് ചെയ്യണം? ദൈവമേ, അറിയാതെ അവിടെ നേർച്ചയിടാൻ കൊടുത്തതും കിഴി കെട്ടി കൊടുത്തതും തേങ്ങാക്കകത്ത് നെയ്യ് ഇട്ട് കൊടുത്തതും കർത്താവ് അതെല്ലാം എന്ത് ചെയ്യണം? മാപ്പാക്കണം എന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. അല്ലേ? കൽപ്പന വായിക്കുമ്പോൾ അത് ഓർമ്മ വരുന്നില്ലേ? കൽപ്പന വായിച്ചിട്ട് അത് ഓർക്കുമ്പോൾ അന്നേരം തന്നെ ഏറ്റു പറഞ്ഞു. അയ്യോ, അപ്പനമ്മയുടെ രാവിലെ പള്ളി പറഞ്ഞ ധൃതിക്ക് എന്ത് ചെയ്തു? 2 ഒച്ചയ്ക്ക് വർത്താനം പറഞ്ഞിട്ടാണ് പോകുന്നത്. അല്ലേ? അവിടെ ഏക്കാൻ പറ്റാതെ കിടക്കുന്ന, നടക്കാൻ പറ്റാതിരിക്കുന്ന അപ്പനോടും അമ്മയോടും വല്യപ്പനോടും വല്യമ്മയോടും നമ്മൾ എന്ത് ചെയ്തു? പള്ളി പോരാനുള്ള ധൃതിക്ക് നമ്മൾ എന്ത് ചെയ്തു? എനിക്കിപ്പം നേരമില്ല. അന്നേരം അതിനനുസരിച്ച് വചനങ്ങളൊക്കെ പറഞ്ഞ് ഇവിടെ വന്നു. അല്ലേ? ഇവിടെ വന്നപ്പോൾ എന്നാ പറയുന്നത്? കൽപ്പന എന്നാ പറയുന്നു? എൻ്റെ അപ്പനമ്മയും ബഹുമാനിപ്പിക്കുക. അല്ലേ? എന്നാ പറഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്? എനിക്കിപ്പം നേരമില്ലെന്ന് നമ്മളവിടെ വളരെ കർക്കശത്തോടെ പറഞ്ഞിട്ട് പോകുന്നത്. അല്ലേ? അത് ബഹുമാനമോ അതോ അത് ബഹുമാനമായിരിക്കുമോ? എനിക്കിപ്പം നേരമില്ല, സൗകര്യമില്ലെന്ന് പറഞ്ഞ് വരുന്നത് ബഹുമാനമായിരിക്കുമോ? ബഹുമാനമല്ല, അത് അപമാനമാണ്. അല്ലേ? കൽപ്പന വായിച്ചപ്പോൾ അത് ഓർത്തല്ലേ? അന്നേരം പറഞ്ഞു, ദൈവമേ അയ്യോ എന്നോട് ക്ഷമിക്കണമേ, ഞാൻ എൻ്റെ അപ്പച്ചനോട് അമ്മയ്ക്കോട് ഇങ്ങനെ പറഞ്ഞു പോയേ, വല്യപ്പനോടും വല്യപ്പനും പറഞ്ഞു പോയത്. അതിനാണ് ആ പ്രാർത്ഥന പറഞ്ഞിട്ട് അനുദപത്തിനുള്ള പ്രാർത്ഥന കൊടുക്കുന്നത്. അപ്പോൾ അതെല്ലാം അർത്ഥമാണ്. വളരെ ശ്രദ്ധയോടെ എന്ത് ചെയ്യണം? നമ്മൾ ആരാധനയ്ക്ക് ഇവിടെ ഇരിക്കേണ്ടത് ആവശ്യമാണ്. ബാക്കി ഒന്നുകൂടെ പറയാം. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുവെങ്കിൽ എൻ്റെ കൽപ്പനകളെ കാത്തു. അപ്പോൾ പിതാവായ ദൈവത്തിനും പുത്രനായ ദൈവത്തിനും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനം ബോധവും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ.